നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 78ാമത്തെ ക്ലാസ്സിലേക്ക് 2026 മാർച്ച് മാസം 17-ാം തീയതി ചൊവ്വാഴ്ച ഒന്നിച്ചുകൂടി വരുവാൻ കർത്താവ് ഒരുക്കിയ നല്ല സമയത്തിനായി കർത്താവിന് കോടാനുകോടി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ 77ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത് ഒന്നാമത്തെ പുനരുത്ഥാനം. അതിനോടനുബന്ധമായി പുനരുത്ഥാനം പ്രാപിക്കുന്നതിൽ രണ്ടാമത്തെ ഉലൂമരത്തിൽപ്പെടുന്ന 144,000 പേര് സ്വർഗത്തിൽ എത്തിച്ചേരുന്നതിനെ കുറിച്ചും അവര് മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടുന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ നമ്മൾ ചിന്തിച്ചത്. തുടർന്ന് അതിനോടുള്ള അനുബന്ധമായി നിരവധി വിഷയങ്ങൾ പഴയ നിയമത്തോടുള്ള ബന്ധത്തിൽ മോശയുടെ പാട്ടൊക്കെ എടുത്ത് പഠിപ്പിച്ചു പോകണമെങ്കിലും അതിനകത്ത് രത്നച്ചുരുക്കമാണ് അവര് സ്വർഗത്തിൽ പാടുന്നത്. മോശയുടെ പാട്ട് മോശ അവരെ എഴുതി പഠിപ്പിച്ചത് മോവാബ് സമഭൂമിയിൽ വെച്ച് മോശ മരിക്കുന്നതിന് മുമ്പ് എഴുതി പഠിപ്പിച്ചതാണെങ്കിൽ കുഞ്ഞാടിന്റെ പുതിയ പാട്ട് അവർ പഠിക്കുന്നത് സ്വർഗത്തിൽ എത്തിക്കഴിയുമ്പോൾ. അപ്പോൾ അന്ന് ഇസ്രായേൽ അവര് മരുഭൂമിയിൽ മത്സരികളായിട്ടുള്ളവരോടുള്ള ബന്ധത്തിൽ അവര് കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി മോശ ഒരു പാട്ട് അവരെ എഴുതി പഠിപ്പിച്ചുവെങ്കിൽ ഇവിടുന്ന് സ്വർഗമാകുന്ന സ്വർഗീയ കനാനിലേക്ക് ഇസ്രായേലിന്റെ അഥവാ ഭൂമിയുടെ ആദ്യഫലമായിരിക്കുന്ന 144,000 പേര് പ്രവേശിക്കുമ്പോൾ അവർ ഭൂമിയിൽ പാടിപ്പടിച്ച പാട്ട് മാത്രമല്ല സ്വർഗത്തിൽ എത്തുമ്പോൾ അവരതുവരെ അറിയാത്ത മർമ്മമേറിയ ഒരു വിഷയത്തെ മനസ്സിലാക്കി അവര് കുഞ്ഞാടിന്റെ പാട്ടുകൂടി പാടുന്നതിനെ കുറിച്ചാണ് ഇവിടെ 15-ാം അധ്യായം 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തി. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം 3-ാം വാക്യത്തിൽ അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടിച്ചൊല്ലിയത്, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവർത്തികൾ വലുതും അത്ഭുതവുമായവ. സർവ്വജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവുമുള്ളവ. അപ്പോൾ ഈ പാട്ടിന്റെ അകത്ത് 32-ാം അധ്യായത്തിൽ, ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൽ യാക്കോബിന്റെ പുത്രന്മാരായിരിക്കുന്ന ഇസ്രായേലിനുള്ള ബന്ധത്തിൽ അവരുടെ വിമോചകനായിരിക്കുന്ന മോശ പഠിപ്പിച്ച പാട്ട് അവർ ഭൂമിയിൽ പാടുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തിട്ട് ആ പാട്ട് ആയി അവർ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ യഥാർത്ഥ വിമോചകനായിരിക്കുന്ന കുഞ്ഞാടിനെ അവർക്ക് മനസ്സിലാകാൻ സാധിക്കുന്നു. അപ്പോൾ ഇന്നു രാത്രിയിൽ നാം ഈ വചനം ചിന്തിക്കുമ്പോൾ ഇവിടെ ഒരുപക്ഷെ കാര്യങ്ങളൊന്നും അറിയാതെ മാറ്റപ്പെടുന്ന അനേകരുണ്ട്. പക്ഷെ മരണാനന്തരമാണ് അവർ മനസ്സിലാക്കുന്നത് അവര് എവിടെയാണെന്നുള്ളത്. നമുക്ക് ഇവരെ സംബന്ധിച്ചോളം രക്തസാക്ഷിത്വം പ്രാപിച്ച് ഇവര് യാഗപീഠത്തിന് കീഴിൽ ആണെങ്കിലും അവിടെ സഹോദരവർഗത്തിലും സഹവൃദ്ധന്മാരുടെ കൂട്ടത്തിലും ഉണ്ടെങ്കിലും അവർക്ക് അവിടെ വെച്ചൊന്നും ഈ പാട്ട് പഠിക്കാൻ കഴിഞ്ഞില്ല. മരണാനന്തരം അവിടെ ആത്മാക്കൾ അവിടെ യാഗപീഠത്തിന് കീഴിൽ ഉണ്ടെങ്കിലും അവർക്ക് ഈ പാട്ട് പഠിച്ചെടുക്കാൻ കഴിഞ്ഞ അവരോരോ മനസ്സിലാക്കിയില്ല. എന്നാൽ സ്വർഗത്തിൽ എത്തിക്കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് അവരെ അഭിഷേകം ചെയ്തത് കുഞ്ഞാടിന്റെ യാഗപീഠത്തിൽ നിന്നുള്ള കനൽ കൊണ്ടായിരുന്നു എന്നുള്ളതും. അപ്പോൾ അതിൽ നിന്ന് അവർ മനസ്സിലാക്കി എടുക്കുന്നത് അവർ അന്ന് വരെയും വിചാരിച്ചുകൊണ്ടിരുന്നത് മോശ മുഖാന്തരമായി ദൈവം അരുളിച്ചത് പ്രമാണമുള്ള ഇസ്രായേൽ എന്ന രാഷ്ട്രം മാത്രമാണ് ദൈവത്തിൻ്റെതെന്നും മറ്റുള്ളവരെ ദൈവം അതിനെക്കുറിച്ച് അവർ അംഗീകരിച്ചിട്ടില്ല എന്നുള്ള ഒരു ചിന്താഗതിയാണ് അവർക്കുണ്ടായിരുന്നത്. എന്നാൽ അവരുടെ സങ്കീർത്തനങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ജാതികളെ യഹോവയ്ക്ക് ഘോഷിപ്പി എന്നൊക്കെ പറഞ്ഞുള്ള വചനമുണ്ടെങ്കിലും അവർ വിചാരിച്ചത് യെരൂശലേം ദേവാലയത്തിന്റെ അകത്ത് കയറാൻ കഴിയാതെ പ്രാകാരത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ജാതികളുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയതായിരിക്കാം എന്നവർ ചിന്തിച്ചു പോയിരുന്നു. കാരണം അവർക്ക് ജാതികളായവർക്ക് പ്രാകാരത്തിന് വളരെ വെളിയിൽ ദൂരത്ത് മാത്രമേ നിൽക്കുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ജാതികളായിട്ടുള്ള അനേകർ വന്ന് ദൈവത്തിന്റെ ആലയത്തിൽ വന്ന് ദൈവത്തെ നമസ്കരിക്കുന്നുണ്ടെന്നാൽ അവരൊരിക്കലും വിചാരിച്ചില്ല ഇപ്രകാരം ഒരു കാഴ്ചപ്പാട് ദൈവത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലപ്പോൾ മോശയുടെ പാട്ടിനോടുള്ള ബന്ധത്തിലും അതുപോലെ കുഞ്ഞാടിന്റെ പാട്ടിനോടുള്ള ബന്ധത്തിലും അവര് അതിന്റെ രത്നച്ചുരുക്കമായി അവരെ പഠിപ്പിച്ച പാട്ടിന്റെ പ്രധാനമായ കാര്യം ഇത്രയുമാണ്: സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ. സർവ്വജാതികളുടെ രാജാവേ, നിന്റെ വഴികൾ നീതിയും. അവർക്ക് മനസ്സിലായത് ഇസ്രായേൽ എന്ന ജാതി ശ്രേഷ്ഠജാതി മാത്രമല്ല, സർവ്വജാതികളുടെയും രാജാവാണ് യേശു കർത്താവെന്നും കുഞ്ഞാടാണ് ലോകത്തിൽ വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെന്നും അവൻ രാജാവായി വാഴുവാനുള്ളവനാണെന്നുമുള്ള കാഴ്ചപ്പാട് ലഭിച്ചപ്പോൾ അവിടെ ചിന്താഗതികൾക്ക് മാറ്റമുണ്ടായി. പുതിയ പാട്ട് അവർ പാടുകയാണ്: സർവ്വജാതികളുടെ രാജാവേ, നിന്റെ വഴികൾ നീതിയും
സത്യവുമുള്ളവ എന്നവർ പാടി. തുടർന്നവർ പറയുന്നത്, കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും. നീയല്ലോ ഏക പരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വരുന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും എന്ന് അവർ പറയുകയാണ്. ഇവിടെയും സകല ജാതികളെയും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കുമെന്ന് അവർ മനസ്സിലാക്കി പാടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കുമെന്ന് ചോദിക്കുന്നതിന്റെ കാരണം, ഇവർ ഈ 3.5 വർഷത്തെ സമയത്തിനുള്ളിൽ രക്തസാക്ഷിത്വം വരിക്കുന്നവരാണ്. അന്ന് അവർ കേട്ടിരിക്കുന്നത്, അവരെ അല്ലെങ്കിൽ നിർബന്ധപൂർവമായി അടിച്ചേൽപ്പിച്ചുകൊണ്ടിരുന്നത്, മൃഗത്തോട് തുല്യനായവനാർ, അവനോട് പൊരുതുവാൻ ആർക്ക് കഴിയും എന്ന ചിന്ത ആണ്. അല്ലെങ്കിൽ പാട്ടിന്റെ രൂപത്തിലും പ്രവൃത്തിയുടെ രൂപത്തിലുമൊക്കെ അന്നത്തെ ലോകത്തിൽ അത് പ്രസിദ്ധം ചെയ്യുന്നതെങ്കിൽ, അതാണ് അവർ കേട്ട് തഴമ്പിച്ചു പോന്നെങ്കിലും, അതിൻ്റെ ഇടയിൽ ദൈവത്തിന്റെ നാമത്തിൽ ഇവിടെ നിന്നവരാണ് ഇവർ. അവർ പറയുകയാണ്, മൃഗത്തോട് തുല്യനായവർ ആർ, അവനോട് പൊരുതാൻ ആർക്ക് കഴിയും എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കൂട്ടം ജനം അവിടെ ഭൂമിയിൽ അങ്ങനെ ഭൂമിയെ അവരുടെ കൈക്കീഴിലാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ, അതിൻ്റെ ഇടയിൽ നിന്ന് ജയാളികളായി അതിനെ ജയിച്ചവർ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്കടിലരികെ നിൽക്കുമ്പോൾ അവർ പറയുകയാണ്, കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും. ഭൂമിയിൽ ഇങ്ങനെ പറയുന്ന അഹങ്കാരികളായിട്ടുള്ളവർക്ക് അറിയത്തില്ല. അവർ പറയുന്നത് അതിൻ്റെ അർത്ഥം അവർക്ക് അറിയത്തില്ല. എന്നാൽ കർത്താവേ, നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും. ഇന്ന് അവരങ്ങനെ ഭയപ്പെടുന്നില്ലെങ്കിലും അതിനെ അംഗീകരിക്കുന്നില്ലെങ്കിലും മഹത്വപ്പെടുത്തുന്നില്ലെങ്കിലും ഇവർ പറയുകയാണ്, നിശ്ചയമായിട്ടും എല്ലാവരും യേശു കർത്താവെന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടാകുമെന്ന്. അപ്പോൾ ഈ യേശു കർത്താവെന്ന് പറയാത്ത ഒരൊറ്റ വ്യക്തി പോലും ഭൂമിയിൽ കാണുകയില്ല. കാരണം ജീവനോടിരിക്കുമ്പോൾ പറഞ്ഞിട്ട് പറയാതെ പോയാലും, ജീവനോടിരിക്കുമ്പോൾ പറയാതെ പോയാൽ അത് പറയിപ്പിച്ചിട്ടേ ദൈവം അവരെ നരകത്തിലേക്ക് വിടുകയുള്ളൂ. 22-ാം സങ്കീർത്തനത്തോട് ബന്ധത്തിൽ അതാ പറയുക. 22-ാം സങ്കീർത്തനം പറഞ്ഞിരിക്കുന്നത് എല്ലാവരും യേശു കർത്താവെന്ന് പറയും. നമുക്ക് അതിനോടനുബന്ധമാണ് ഫിലിപ്പിയ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ കർത്താവിന്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് രേഖപ്പെടുത്തി 22-ാം അധ്യായത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്, അതിന്റെ അവസാനം ഇങ്ങനെ പറയുന്നത്, ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ച് ആരാധിക്കും, പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അവന്റെ മുമ്പാകെ കുമ്പിടും, തൻ്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ. പറഞ്ഞാൽ തൻ്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാതെ നഷ്ടപ്പെടുത്തി കളഞ്ഞ, അഥവാ നിത്യനരകാഗ്നിയിലേക്ക് പോകുവാൻ ജീവിതം നഷ്ടമാക്കി കളഞ്ഞവരും മുട്ടുമടക്കി യേശു കർത്താവെന്ന് പറയാതെ നിത്യനരകാഗ്നിയിലേക്ക് പോകുകയില്ല. അപ്പോൾ മൃഗത്തെയും അവനെയൊക്കെ പിടിച്ചു കെട്ടിയിടുമ്പോൾ അവർ സമ്മതിക്കും. അന്ന് വരെ സമ്മതിക്കാതിരുന്ന എല്ലാവരും സമ്മതിക്കും. ആ നിത്യനരകാഗ്നിയിലേക്ക് തള്ളിക്കളഞ്ഞതിന് മുമ്പായിട്ട് പറയും, നീ ദൈവമാണ്, രാജാവാണെന്ന് പറയുന്നതിന് ശേഷമേ നിത്യനരകാഗ്നിയിലേക്ക് തള്ളിക്കളയുള്ളൂ. എന്നാൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമുക്കറിയാം, നാം ഭൂമിയിൽ ജീവനോടിരിക്കുമ്പോൾ തന്നെ രാജാതിരാജാവും കർത്താതികർത്താവുമായ നമ്മുടെ കർത്താവിനെ തിരിച്ചറിയുവാൻ, അവൻ ഏക പരിശുദ്ധനാണ്, അവനെ ഭയപ്പെട്ടവന് മഹത്വം കൊടുത്തുകൊണ്ട് ജീവിപ്പാൻ ദൈവത്തിന്റെ കൃപ ലഭിച്ചതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ലഭിക്കാൻ പോകുന്നത് പ്രതിഫലമാണ്. അവർക്ക് ലഭിക്കുന്ന വാഗ്ദത്ത നിവൃത്തിയാണ്. എന്നാൽ ദൈവത്തെ അംഗീകരിക്കാതെ, സത്യത്തെ അറിയാതെ, സാത്താനിയവന്റെ അവന്റെ തന്ത്രങ്ങളെയും മൃഗത്തോടും അവരെ ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പിന്നാലെ കൂടുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. ആരെല്ലാം സത്യദൈവത്തെ വിട്ട് ജീവിക്കുന്നുവോ ഒരു ദിവസം എഴുന്നേറ്റ് പറയും, യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന്. അത് പറയാതെ ലോകത്തിൽ നിന്ന് ഒരു വ്യക്തി പോലും അത് നിത്യനരകാഗ്നിയിലേക്ക് പോകുകയില്ല. ഈ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നതിന് മുമ്പായി ഈ ലോകത്തിൽ ജനിക്കുന്ന സകല മനുഷ്യരും യേശു കർത്താവെന്ന അവന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി വിളിച്ചു പറയും. ആര് എവിടെ ആയിരുന്നാലും, ആരെല്ലാം ആയിരുന്നാലും, ഇതുവരെ യേശുവിനെ അറിയാത്തവർ മരിച്ചു പോയിട്ടുണ്ട്, യേശുവിനെ എതിർത്തവർ മരിച്ചു പോയിട്ടുണ്ട്, സുവിശേഷം കേട്ടവർ അതിനെ അവഗണിച്ച് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ദൈവം പറയുന്നു, ലോകത്തിൽ ജനിച്ച സകല മനുഷ്യരും സകലരും യേശു കർത്താവാണെന്ന് അവന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പറയും എന്നതിന്റെ അർത്ഥം, ഈ ആകാശവും ഭൂമിയും മാറിപ്പോകുന്നതിന് മുമ്പായി സൃഷ്ടിതാവാം ദൈവത്തെ മുട്ടുമടക്കി നമസ്കരിച്ചിട്ടേ നരകാഗ്നിയിലേക്ക് പോകേണ്ടവന് പോകുകയുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ
നാം അങ്ങനെ നിരാശരായി നഗ്നരായി നാം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടാനുള്ളവരല്ല. നമുക്ക് ദൈവം തന്നിരിക്കുന്ന കൃപയാൽ നാം ഈ ദിവസങ്ങളിൽ ഭൂമിയിൽ മുട്ടുമടക്കി നാം പ്രാർത്ഥിക്കുന്നത് അവിടുന്നാണ് ഞങ്ങളുടെ ദൈവം എന്നാണ്. ഫിലിപ്പിയ 2 അധ്യായം അതിന്റെ 10 വാക്യത്തിൽ പറയുന്നത് അങ്ങനെ: യേശുവിന്റെ നാമത്തിൽ സുലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെ മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ ആ എതിർ ക്രിസ്തുവിന്റെ ഭരണസമയമാകുമ്പോൾ അവൻ മൃഗത്തോട് തുല്യനായവൻ ആരെന്ന് പറഞ്ഞുകൊണ്ട് സത്യദൈവത്തെ ആരാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അതിന്റെ ഇടയിൽ നിന്ന് ജയാളികളായി ചെന്നവർ പറയുകയാണ്: കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും? നീയല്ലോ ഏക പരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വരുന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നതിയിൽ നമസ്കരിക്കും. അപ്പോൾ കർത്താവിന്റെ സന്നദ്ധിയിൽ വന്ന് സകല ജാതികളും നമസ്കരിക്കും. എല്ലാ രാജ്യങ്ങളും, ജാതികൾ എന്നതിൻ്റെ അർത്ഥം നേഷൻസ് എന്നാണ്. സകല രാജ്യങ്ങളും, നമ്മൾ മലയാളം ബൈബിൾ വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ജാതികൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പല ജാതികൾ എന്നുള്ള ഒരു രീതിയിലേക്കാൾ അതിന്റെ മീനിങ് ഫുൾ ആയിട്ടുള്ളത് എല്ലാ രാജ്യക്കാരും, എല്ലാ മനുഷ്യരും യേശുവിനെ ആരാധിക്കും എന്നുള്ളതാണ് അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം. ഇതിൽ നിന്ന് മോശ പഠിപ്പിച്ച പാട്ടിൽ നിന്നും അതിന്റെ രക്തചുരുക്കമായിട്ട് എടുത്തിട്ട് ഇവര് പാടുന്ന പാട്ടിൽ അധികം പാടിയിട്ടില്ല, പക്ഷെ അതിനകത്ത് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പാട്ടാണ് അവർ പാടിയത്. ആവർത്തന പുസ്തകത്തിൽ മോശ അന്ന് എഴുതി വെച്ച കാര്യങ്ങൾ അവർക്കത് മനസ്സിലാക്കാതെ പോയെങ്കിൽ അതിൻ്റെതായിട്ട് അർത്ഥം മനസ്സിലാക്കി അവർ സ്വർഗാസ്വർഗത്തിൽ അവരെ പാട്ട് പഠിപ്പിച്ച് അവരെ പാടുന്നതിനെ കുറിച്ച്, ഇവർ തന്നെ പാടുകയല്ല, അവിടെ എത്തിക്കഴിയുമ്പോൾ അവരെ പാട്ട് പഠിപ്പിക്കുന്നതിനെ കുറിച്ച് 14-ാം അധ്യായത്തിൽ വെളിപ്പാട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ മോശ ഭൂമിയിൽ വെച്ച്, മോവാബ് സമഭൂമിയിൽ വെച്ച് പഠിപ്പിച്ച പാട്ടാണ് അവർ പാടിയതെങ്കിൽ സ്വർഗാസ്വർഗത്തിൽ എത്തിയ ശേഷമായി അവിടെ സ്വർഗത്തിൽ വെച്ച് ഇവരെ പാട്ട് പഠിപ്പിക്കും, കുഞ്ഞാടിന്റെ പാട്ട് പഠിപ്പിക്കും. ആ പാട്ട് അവർ പാടുകയും ചെയ്യും. അപ്പൊ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് ഊന്നൽ കൊടുത്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ടുള്ള ജാതികളുടെ ബന്ധത്തിലാണ്. അതിന്റെ 32-41 വാക്യം: ജാതികളെ അവന്റെ ജനത്തോടുകൂടെ ഉല്ലസിപ്പീൻ, അവൻ സ്വദാസന്മാരുടെ രക്തത്തിന് പ്രതികാരം ചെയ്യും, തന്റെ ശത്രുക്കളോട് അവൻ പകരം വീട്ടും, തന്റെ ദേശത്തിനും ജനത്തിനും പാപപരിഹാരം വരുത്തും. ഇസ്രായേലിന് സംഭവിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് പാപപരിഹാരം അവർക്ക് ഇതുവരെയും ലഭിക്കുവാൻ വിശ്വാസമില്ലാത്തത് കൊണ്ട് ദേശം രക്ഷിക്കപ്പെടുവാൻ പാപപരിഹാരത്തെ ഉറവ തുറന്നിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ അവസാനമായി ഇസ്രായേലിൽ നിന്നുള്ളവർ കുത്തിയെങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കുന്നതിനെ കുറിച്ചാണ് അവരും രക്ഷപ്പെടുന്നത്. കുത്തിയെങ്കിലേക്ക് നോക്കുക എന്നതിൻ്റെ അർത്ഥം കുഞ്ഞാടിന്റെ രക്തമൊഴുകിയ ആ ശരീരത്തിന്റെ കുത്തിയെങ്കിലേക്ക് അവർ നോക്കുക എന്നതിൻ്റെ അർത്ഥം കുഞ്ഞാടിന്റെ രക്തത്തിൽ ആശ്രയിക്കുക എന്നതാണ്. അപ്പോൾ ഇസ്രായേൽ രക്ഷിക്കപ്പെടുന്നത് അവസാനമായി അന്ന് അവർ കുത്തിയെങ്കിലേക്ക് നോക്കുമ്പോൾ ആ വിലാപ്പുറത്തുനിന്ന് ഒഴുകിയ രക്തം അവർക്ക് മനസ്സിലാകുവാൻ സാധിക്കും. കുഞ്ഞാടിന്റെ രക്തത്തിലല്ലാതെ പാപപരിഹാരമില്ല, മോചനമില്ല. അപ്പൊ അതുകൊണ്ടാണ് അവർ കുത്തിയെങ്കിലേക്ക് നോക്കി നിലവിളിക്കുന്നത്. അവർ കാണുവാനിടയെ തരും. കുഞ്ഞാടിന്റെ രക്തത്തിലാണ് ആശ്രയിച്ചാണ് സകല മനുഷ്യന്റെയും പാപപരിഹാരം വരുത്തുന്നത്. അപ്പോൾ അന്ന് ഇത് പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഇസ്രായേലിന് പാപപരിഹാരം വരുത്തുന്നത് അങ്ങനെയാണെങ്കിൽ സ്വർഗാസ്വർഗത്തിൽ എത്തിച്ചേരുന്ന 144,000 ദൈവം വിലയ്ക്ക് വാങ്ങി അവരെ ദൈവം സ്വർഗത്തിലെ യാഗപീഠത്തിലെ കനൽ കൊണ്ട് അവരെ അഭിഷേകം ചെയ്ത് അവരെ വേർതിരിച്ച് മുദ്രയിട്ട് അവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങിയതിനെ കുറിച്ച് നാം ഇതിനോട് ചിന്തിപ്പാനിടയായിരുന്നു. അവർ സ്വർഗാസ്വർഗത്തിൽ എത്തിയപ്പോൾ അവർക്കത് മനസ്സിലായി. അവർ പാടുകയാണ്: അത് ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വലുതാണ്, അത് ജാതികളെ അവന്റെ ജനത്തോടുകൂടെ ഉല്ലസിപ്പീൻ. അതുവരെയും ആ സ്വന്തമായിട്ടുള്ള ഒരു വിശ്വാസ പ്രമാണത്തിന് വേണ്ടി നിന്ന് 144,000 അവർക്ക് മനസ്സിലാകും. ജാതികളായിട്ടുള്ളവരും ഇതോടുകൂടെ ഇതിനോടുകൂടിയുള്ളവരാണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ, ജീവനോടിരിക്കുമ്പോൾ ഒരു പക്ഷേ എല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇന്ന് നമുക്കതിൻ്റെ ആഴവും പരപ്പും അറിയാൻ കഴിയത്തില്ലെന്നാൽ നിശ്ചയമായും യേശുവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ഭൂമിയിൽ ജീവിച്ച് നമ്മുടെ ജീവിതം കർത്താവിൻ്റെ സ്നേഹത്തിലാണെങ്കിൽ നിശ്ചയമായിട്ടും അത് നമ്മുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വലിയ ആനന്ദത്തിന്റെ ദിവസമാക്കി മാറ്റുന്ന ഒരു ദിവസമുണ്ട്. അന്ന് അവിടെ വലിയ ആർത്തുഘോഷിക്കുന്ന
ദിവസം ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്വർഗാസ്വർഗത്തിൽ പാട്ട് പാടുന്ന സന്ദർഭങ്ങളെക്കുറിച്ച് പ്രധാനമായിട്ടും 6 സന്ദർഭങ്ങളെക്കുറിച്ചുള്ള ഭാഗം വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്ന് വേഗത്തിൽ പറഞ്ഞ് ഞാൻ ഈ ആരാധനയുള്ള ബന്ധത്തിൽ, പാട്ടിനുള്ള ബന്ധത്തിൽ വിഷയങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഒന്നാമതായി 5-9 വാക്യത്തിൽ പറയുന്നത്, സ്വർഗാസ്വർഗത്തിലേക്ക് വിശുദ്ധന്മാരായിരിക്കുന്ന ദൈവസഭയുടെ നിർമ്മലകനികയിൽപ്പെടുന്നവർ ആദ്യജാതന്മാരുടെ സഭ എടുക്കപ്പെട്ട ശേഷം അവർ സ്വർഗത്തിൽ പാടുമ്പോൾ അവർ മറ്റൊരു കാര്യം പറയുകയാണ്, ഭൂമിയിൽ പാടുന്നവരെ കുറിച്ച് പറയുകയാണ്. അതിന്റെ വെളിപ്പാട് 5-9 വാക്യത്തിൽ പറയുകയാണ്, അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. അപ്പോൾ ഈ സഭ എടുക്കപ്പെട്ട ശേഷവും ഭൂമിയിൽ ശേഷിപ്പുള്ളവർ അടിമകളെ പോലെ ജീവിക്കുകയല്ല ചെയ്യുന്നത്. അവരും ജയാളികളായി തീരാൻ വേണ്ടി, അവർ പടപൊരുതി നിൽക്കാൻ വേണ്ടി അവരും ജീവിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് കണ്ടുകൊണ്ടാണ് സ്വർഗാസ്വർഗത്തിൽ എത്തിയവർ പാടുകയാണ്. 5-9 കുഞ്ഞാടിന് മുമ്പാകെ വീണു, പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. അപ്പോൾ അവർ പാടുന്ന പാട്ട് പുതിയ ഒരു പാട്ട്, ഭൂമിയിൽ അവർ വാഴുകയാണ്, അവർ വാഴുകയാണെന്നാണ് അവിടെ പുതിയ പാട്ട് സഭയുടെ ശേഷിപ്പുള്ളവർ പാടും. അപ്പോൾ സഭയുടെ ആദ്യഫലം എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം തലയും തുണി മുട്ടുകൊണ്ട് ലജ്ജിതരായി അവരെവിടെയെങ്കിലും അവർ പോകുമെന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്വർഗാസ്വർഗത്തിൽ എത്തിയിരിക്കുന്ന സഭ അവർ പറയുകയാണ്, വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നവർ അവർ ഭൂമിയിൽ അവർ പാട്ട് പാടുകയാണ്, അവർ സന്തോഷിക്കുകയാണ്. അതിന്റെ അർത്ഥം ഇനി അതിന് എടുക്കപ്പെട്ടിട്ടില്ലെങ്കിലും അവർ ഭൂമിയിൽ വാഴുന്നു, ദൈവത്തിന് വേണ്ടി അവരെ വിലയ്ക്ക് വാങ്ങിയതാണെന്നുള്ള തിരിച്ചറിവോടുകൂടി അവർ ഭൂമിയിൽ പുതിയ പാട്ട് പാടുന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് പലരും ചിന്തിക്കുന്നത് ദൈവസഭ എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീടുള്ള സമയത്ത് ഇവിടെ അവശേഷിക്കുന്നവരെല്ലാം നിരാശരായി ആത്മഹത്യയിലേക്കും മറ്റുള്ള വഴിയിലേക്കും ഒക്കെ പോകുന്ന പറയുന്നെങ്കിൽ അങ്ങനെയല്ല ദൈവം പറയുന്നത്, പഠിപ്പിച്ചിരിക്കുന്നത്. ഞാനിത് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ തീരത്തില്ല, അതിനുശേഷമായി സഭയുടെ ശേഷിപ്പുണ്ടായിരിക്കുമെന്നുള്ള പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പൊതുവായിട്ടുള്ള പഠനത്തിൽ അതിന് ആരും പ്രാമുഖ്യം കൊടുക്കത്തില്ല. കാരണം എല്ലാവരും സഭ എടുക്കപ്പെടും എന്നുള്ള ചിന്തയോടുകൂടി പഠിപ്പിച്ചു പോകുന്നത് ബാക്കിയുള്ള ഭാഗം എന്താണെന്ന് വെളിപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടാണ്. ഇപ്പൊ സഭ ശേഷിച്ചു കഴിഞ്ഞാൽ അവരാരായിരിക്കും, എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് യഥാർത്ഥമായി ലഭിക്കാത്തത് കൊണ്ടാണ് ഒരൊറ്റ വാക്യത്തിൽ സഭ എടുക്കപ്പെട്ട ശേഷം പിന്നീട് സഭയുടെ ശേഷി ഭൂമിയിലില്ല എന്ന് പറയുന്നതെങ്കിൽ സഭയുടെ ശേഷിപ്പ് ഭൂമിയിൽ ഉണ്ട്, യേശുവിന് സാക്ഷ്യമുള്ളവരുണ്ട് എന്നുള്ളത് വേദപുസ്തകത്തിൽ വളരെ സത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. നിരാശപ്പെട്ട് തലതല്ലിച്ചാകുകയല്ല ചെയ്യുന്നത്, അവർ പുതിയ പാട്ട് പാടുകയാണ്. ഇന്ന് രാത്രിയിലും ഈ മർമ്മം മനസ്സിലാകണം. ഇവിടെ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ശേഷമുള്ളവർ കൂടി വന്നിട്ട് ആദ്യം വിഷമവും പ്രയാസമൊക്കെ ഉണ്ടാകും. പക്ഷേ അവർക്ക് മനസ്സിലാകും തീർന്നു പോയിട്ടില്ല, കർത്താവിന്റെ വരവിന് മുമ്പായി ഒരുക്കപ്പെടുവാനുള്ള സമയമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ പാട്ട് പാടും. പഴയ പാട്ട് പാടാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ മൽപ്രിയനെ, എന്നെ യേശുനായകനെ എപ്പോൾ വരുന്ന പാട്ട് അവർക്ക് പാടാൻ കഴിയത്തില്ല. കാരണം മധ്യാകാശ പ്രത്യക്ഷത കഴിഞ്ഞു പോയി. പിന്നീടുള്ളത് അവർക്ക് ന്യായവിധിയോടുള്ള ബന്ധത്തിൽ, വരാൻ പോകുന്ന കാര്യങ്ങളുള്ള ബന്ധത്തിലൊക്കെ ഇവർ വാഴുവാനുള്ളവരാണ്. ഭൂമിയിൽ അവർ വാഴുവാനുള്ളവരാണ്, പരാജയപ്പെടാനുള്ളവരല്ല. യേശുവിന്റെ നാമത്തിന്റെ കൊടി പിടിക്കുവാനുള്ളവരാണ്, ക്രിസ്തുവിന്റെ സാക്ഷ്യം നടത്താനുള്ളവരാണെന്നുള്ള വലിയ ബലത്തോടുകൂടി വരുന്ന പ്രതികൂലങ്ങളെ തരണം ചെയ്ത് മുന്നേറുവാൻ രക്തസാക്ഷികളായി തീരാൻ വരെ സമർപ്പിതമായ ജീവിതങ്ങളായി തീരും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ആയിത്തീരാൻ അല്ല നാം പരിശ്രമിക്കേണ്ടത്. നമുക്ക് കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണം. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ കിട്ടിയില്ല എങ്കിൽ ഒരിക്കലും നിരാശപ്പെട്ടു പോയി. ഞാൻ ഒരു ചോദ്യം ഇവിടെ ചോദിക്കട്ടെ. നാം ഇവിടുന്ന് ജീവിച്ച് മരിച്ചു നമ്മൾ പോവുകയാണെങ്കിൽ നാം അവിടെ എത്തിച്ചേരുന്നത് 3-ാം സ്വർഗത്തിലല്ലെങ്കിൽ നമുക്ക് അവിടെ എത്താൻ പറ്റിയില്ല, 2-ാം സ്വർഗത്തിലേക്ക് ചെല്ലുന്നെങ്കിൽ അവിടെ നിരാശപ്പെട്ടിരിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, നമുക്ക് ലഭിച്ചിരിക്കുന്നതിന് നാം സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ എത്തിച്ചേർന്നപ്പോൾ പൗലോസിനെ കാണാൻ പറ്റിയില്ല, പത്രോസിനെ കാണാൻ പറ്റി, ഇതിനു മുമ്പ് വിശുദ്ധന്മാരായിരുന്നവരെ കാണാൻ പറ്റില്ല. പക്ഷെ 2-ാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ ആ നിരയിൽപ്പെട്ടവരെ കാണാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നിരാശപ്പെട്ടൊന്നും പോകണ്ട, അവിടെയെങ്കിലും എത്തിച്ചേരാൻ ദൈവം കൃപ ചെയ്തല്ലോ എന്ന് ഓർത്തുകൊണ്ട് സന്തോഷിക്കുക. അങ്ങനെ എത്രയോ പേര് അവിടെ 2-ാം സ്വർഗത്തിൽ സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ല, അതോ 2-ാം സ്വർഗത്തിൽ പോയി ആൾക്കാർ കരയുകയാണോ ചെയ്യുന്നത്? അതിന് ഉത്തരം പറയണം. എല്ലാവരും ഒരു നിരയിലല്ലല്ലോ.
100 മേനിയിൽ പെടുന്നവരല്ലല്ലോ, 60 മേനിയുള്ളവരുണ്ടല്ലോ. അപ്പോൾ പറുദീസയിൽ എനിക്കെതിരെ 1-ാം സ്ഥാനം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് 2-ാം സ്വർഗത്തിലുള്ളവർ കരയുകയാണ് ചെയ്യുന്നത്. അല്ല, അവരതിൽ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലഭിക്കേണ്ടത് ന്യായമായിട്ടുള്ള ദൈവം നൽകും. അത് ദൈവത്തിന് വിശ്വസ്തതയാണ്. നാം എന്തിന് അർഹതപ്പെട്ടോ അതവൻ നൽകുക തന്നെ ചെയ്യും. അപ്പം അതിന് നാം യോഗ്യരാണെങ്കിൽ 3-ാം സ്വർഗത്തിൽ എത്തിച്ചേരും മരണാനന്തരം. നാം 2-ാം സ്വർഗത്തിലേ ഉള്ളെങ്കിൽ അവിടെ എത്തിച്ചേരുകയുള്ളൂ. എനിക്ക് 3-ാം സ്വർഗത്തിൽ എത്തിയില്ലെന്ന് അവിടെ നിന്ന് കൈയിട്ട് അടിക്കാൻ പറ്റത്തില്ല. നമ്മളതിൽ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഭൂമിയിലും ജീവിച്ചിരിക്കുന്നവർക്ക്, പരിശുദ്ധാത്മാവിൻ്റെ വിവേകമുള്ളവർക്ക് മനസ്സിലാകും, ഞാൻ ഇതിനെ യോഗ്യത ഇല്ലായിരുന്നു, എനിക്ക് പോകാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ പിന്മാറിപ്പോകുകയല്ല, അവന് വേണ്ടി പുതിയ പാട്ട് പാടി ഞാൻ ഈ ഭൂമിയിൽ വാഴും, പിശാചന്റെ മേൽ ജയമില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ശേഷിപ്പായിരിക്കും ഭൂമിയിൽ അന്ന് പാട്ട് പാടുന്നത്, പുതിയ പാട്ട് പാടുന്നത്. കാരണം കർത്താവിൻ്റെ മധ്യാകാശ വരവ് വരെയും ഒരുമിച്ച് പാടിയവരാ. നമ്മളെല്ലാം ഒരുമിച്ച് പാടുന്നതാ. ഇന്ന് പാടുന്ന എല്ലാ പാട്ടുകളും ഒരുമിച്ച് പാടുകയാണ്. എന്നാൽ മധ്യാകാശത്തിൽ യേശു കർത്താവ് സഭ എടുക്കപ്പെട്ട ശേഷമായി ഇന്ന് കർത്താവിൻ്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ പാടുന്ന പാട്ടുകൾ അന്ന് പിന്നെ പാടാൻ കഴിയത്തില്ല. അവർ പുതിയ പാട്ട് പാടും. ഇന്ന് രാത്രി മർമ്മം മനസ്സിലായി വിചാരിക്കുന്നു. പാട്ടിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് പുതിയ പാട്ട് അവർ പാടുന്നത്. കാരണം ഇന്ന് പാടുന്ന പാട്ടുകൾ അന്ന് ആവശ്യമില്ലാത്ത പാട്ടുകളാണ്. അപ്പോൾ ഇന്നെല്ലാം പ്രത്യാശയുടെ പാട്ടുകളാണ് പാടുന്നത്. കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള പാട്ടുകളാണ് കൂടുതൽ പാടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അത് ആ പാട്ടുകൾ അന്ന് അതിൻ്റെ ആവശ്യകത ഇല്ലാത്തതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വിവേകമുള്ളവർ, ശേഷിപ്പിലുള്ളവരുണ്ട്, അവരത് പാടത്തിലതുകൊണ്ടാണ് അവർ പുതിയ പാട്ട് പാടുന്നത്. അവരെ വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നതിനെ കുറിച്ച് ഞാൻ നേരത്തെ ചിന്തിച്ചതാണ്. 1-ാമത്തെ 6-ാം വാക്യത്തെക്കുറിച്ച് നമ്മെ ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരും ആക്കി എന്ന് പറഞ്ഞ ശേഷമായി അവരെ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം, ഇങ്ങനെ ഒരുമിച്ച് പാടി നടന്നവരിൽ ഒരു കൂട്ടർ സ്വർഗാസ്വർഗത്തിലെത്തി അവർ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ ഭൂമിയിൽ ശേഷിക്കുന്നവർ ഈ പാട്ട്, പുതിയ പാട്ട് പാടും. ഇതിനെക്കുറിച്ചാണ് 5-ാമത്തെ 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സ്വർഗാസ്വർഗത്തിൽ എത്തിച്ചേരുന്ന സഭ അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് അതിൻ്റെ 5-ാം അധ്യായം, അതിൻ്റെ 5-ാം അധ്യായത്തിലെ 12-ാമത്തെ വാക്യമാണ്. 12-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും മാനവും ബഹുമാനവും മഹത്വവും സ്തോത്രം ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ പറയാം, പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവിയുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറി ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000 1000 അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ സ്വർഗാസ്വർഗത്തിൽ എത്തിക്കഴിയുമ്പോൾ ദൂതന്മാർ ദൈവത്തെ അവിടെ മഹത്വപ്പെടുത്തുന്നതിനെ കുറിച്ചാണ്. നമുക്കറിയാം, ദൂതന്മാർ അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നെന്നാൽ അവർക്കും അവിടെ ആരാധന രീതിക്കും മാറ്റമുണ്ടാകുകയാണ്. അപ്പോൾ അതുവരെയും ഉണ്ടായിരുന്ന ആരാധനയിൽ വ്യത്യസ്തമായിട്ട് ആരാധന രീതിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ ഇവിടെ ദൂതന്മാർ പാടുകയാണ്. 1000 10,000 വലിയൊരു ഗണം അവിടെ പാടുന്നു. സ്വർഗത്തിലും അവര് മുഴുവൻ ആൾക്കാരും കുഞ്ഞാടിന് മഹത്വമുണ്ടാകട്ടെ എന്ന് ഇരിക്കുന്ന. അപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞ് മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. 4 ജീവികളുടെ ആരാധനയാണ് വെളിപ്പെടുത്തുന്നത്. അവരോടൊപ്പം ദൂതന്മാർ അവരെ ആരാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നീട് ഉള്ള ആരാധനയെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത് 144,000 ആരാധനയാണ്. 144,000 അവർ പാടുന്ന പുതിയ പാട്ട് 15-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. അവർ പാടുന്നത് 144,000 അവരെ എത്തിച്ചേരുമ്പോൾ പാടുന്ന പാട്ടാണ്. അതിൻ്റെ നമ്മൾ പഠിച്ചല്ലോ, 15-ാം അധ്യായം 3-ാം വാക്യത്തിൽ അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും പാടിച്ചൊല്ലിയത്, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ, സർവ്വജാതികളുടെ രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവുമായുള്ളവ. കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും? നീയല്ലോ
ഏകപരിശുദ്ധൻ ന്യായവിധികൾ വഴങ്ങി വരുന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കുമെന്ന് പറഞ്ഞവർ പാടുന്നതിനെ കുറിച്ചാണ് ഇവിടെ നമുക്ക് മൂന്നാമതായി കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയിൽ പുതിയ പാട്ട് പാടുന്നവരുണ്ട്. സ്വർഗാസ്വർഗത്തിൽ മൂപ്പന്മാരോടൊപ്പം ദൂതഗണങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനെ കുറിച്ചുകൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നിയമസഭയുടെ രക്തസാക്ഷികൾ പാടുന്ന പാട്ടിനെ കുറിച്ച് അതിൻ്റെ 7-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. എങ്കിൽ പാട്ട് പാടുന്ന ഗണത്തെക്കുറിച്ചുള്ള കാര്യത്തിൽ പഠിക്കുമ്പോൾ ഇത് നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. 7-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ. ഇതിന് ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്ന് ഉള്ളതായ ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയെങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനം കുഞ്ഞാടിന് മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് സഭയുടെ രക്തസാക്ഷികളായിട്ടുള്ളവർ എത്തിച്ചേരുമ്പോൾ പാടുന്ന പാട്ടാണ്. അപ്പോൾ വീണകൾ പിടിച്ചുകൊണ്ടിരിക്കുന്നവർ പാടുന്ന പാട്ടിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ നമുക്ക് 3 കൂട്ടരെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലായി. അതിൻ്റെ ഒന്ന് മണവാട്ടി സഭ എത്തിയ ശേഷമുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അതുപോലെ തന്നെ രക്തസാക്ഷികളാകുന്ന അവർ എത്തിച്ചേരുമ്പോൾ 144,000 പാടുന്ന പാട്ടിനെ കുറിച്ചും, അതുപോലെ പുതിയ നിയമസഭയുടെ രക്തസാക്ഷികളായവർ പാടുന്ന പാട്ടിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. പിന്നീട് നമ്മൾ കാണാതിരിക്കുന്നത്, നമ്മൾ ഇതുവരെ ചിന്തിക്കാതിരിക്കുന്നത്, 2 സാക്ഷിയുടെ പുനരുത്ഥാനത്തിൽ സ്വർഗാസ്വർഗത്തെത്തിയവരെ കുറിച്ച് ഇതുവരെയും നമ്മൾ കണ്ടിട്ടില്ല. അവരെവിടെയാകുന്നു, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സ്വർഗാസ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന എല്ലാവരും സ്വർഗത്തിൽ ഉണ്ട് എന്നുള്ളത് പഠിപ്പിക്കണമല്ലോ. അപ്പോൾ ഈ പുനരുത്ഥാനങ്ങൾ 3 പുനരുത്ഥാനങ്ങളുള്ള ബന്ധത്തിൽ മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ ദൈവസഭയുടെ ആദിജാതന്മാർ എത്തിച്ചേർന്നാൽ അവർ സ്വർഗാസ്വർഗത്തിലുണ്ട്. അവർ പാട്ട് പാടുന്നതിനെ കുറിച്ച്, ദൈവത്തെ ആരാധിക്കുന്നതിനെ കുറിച്ച്, അവർ സിംഹാസനിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കണ്ടു. അതുപോലെ 144,000 പേര് രക്തസാക്ഷികളായിട്ടുള്ളവർ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്കുലിനേറിയ നിൽക്കുന്നതും അവർ പാട്ട് പാടുന്നതിനെ കുറിച്ചും നാം വെളിപ്പാട് പുസ്തകത്തിൽ മനസ്സിലാക്കി. 2ാമത്തെ ഒലിവരത്തെ മനസ്സിലാക്കി, 7 പൊൻനിലവിളക്കിനെ കുറിച്ച് മനസ്സിലാക്കി, 2ാമത്തെ ഒലിവുമരത്തെ കുറിച്ച് മനസ്സിലാക്കി, 2ാമത്തെ നിലവിളക്ക് രക്ഷ ദൈവദാനമെന്ന് പറഞ്ഞുകൊണ്ട് രക്തസാക്ഷികളുള്ളവരെ കണ്ടു. എന്നാൽ 1ാമത്തെ ഒലിവുമരവും 1ാമത്തെ നിലവിളക്കിലും പെടുന്നവർ എവിടെ എന്നതൊരു ചോദ്യചിഹ്നമാണ്. അവരെ കൂടി നമ്മൾ വെളിപ്പെടുത്തി മനസ്സിലാക്കി അവരും സ്വർഗാസ്വർഗത്തെ എത്തി എന്നുള്ളത്. അപ്പോൾ മരിച്ചവരുടെ പുനരുത്ഥാനം കഴിഞ്ഞാൽ 2 സാക്ഷിയുടെ പുനരുത്ഥാനമാണ്. അവരെവിടെയാണെന്നുള്ളത് ഇതുവരെയും നമ്മൾ പഠിച്ചില്ല. അവരെടുക്കപ്പെട്ടു, നമുക്കത് മനസ്സിലായി. അല്ല, അവരെവിടെയാണ് എന്നുള്ളത് ഇതുവരെയും നമ്മളിതുവരെ പഠനത്തിൽ വെളിപ്പെടുത്തുന്നത് അവരവിടെ ഉണ്ട് എന്നുള്ളത് വെളിപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ ദൈവവചനം പഠിക്കുന്നതായിരിക്കും. അപ്പോൾ എന്നാൽ 1ാമത്തെ പുനരുത്ഥാനങ്ങളെ കുറിച്ചുള്ള പഠനം മനസ്സിലാക്കി. അപ്പോൾ ഈ 2 സാക്ഷിയുടെ പുനരുത്ഥാനത്തിൽ എടുക്കപ്പെടുന്നത് എവിടെയാണെന്നുള്ളത് കൂടി ഞാനത് മർമ്മമായി ഇന്ന് രാത്രിയിൽ അതിനുള്ള ബന്ധത്തിൽ പഠിപ്പിക്കും. പക്ഷേ അതിനു മുമ്പായി നമുക്ക് ഈ പറയുന്ന വചനത്തിൻ്റെ പഠനത്തിലേക്ക് പോകണമോ അതോ ഈ സംശയം തീർത്തിട്ട് പോകണമോ എന്നുള്ളത്. പക്ഷേ ഈ സംശയം തീർത്തിട്ടങ്ങ് പോകും. അങ്ങനെയാണെങ്കിൽ പിന്നീട് നമുക്ക് അതേക്കുറിച്ച് പിന്നീട് കൂടുതൽ ബുദ്ധിമുട്ട് വരത്തില്ലല്ലോ. ഇപ്പം ഇത് ചോദിച്ചപ്പോൾ തന്നെ അതെവിടെയായിരിക്കും, ഇതുവരെ അവരെ മനസ്സിലായില്ലല്ലോ. മണവാട്ടി സഭ 24 മൂപ്പന്മാർ 4 ജീവികളുടെ ബന്ധത്തെ വെളിപ്പെടുന്നുണ്ട്. സഭയുടെ ശേഷിപ്പിൽ രക്തസാക്ഷികളാകുന്നവർ വെള്ള നിലയെങ്കിൽ ധരിച്ച് കുരുത്തോല പിടിച്ച് നിൽക്കുന്നതിനുള്ള ബന്ധത്തിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കി. അതിൻ്റെ പൂർണ്ണമായ വിശദീകരണ പഠനം 7ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കും. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ രക്തസാക്ഷികളാകുന്ന 144,000 കുറിച്ച് അവർ വീണകൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതിനെ കുറിച്ച് നമ്മൾ സവിസ്തരം ചിന്തിച്ചു. ഇങ്ങനെയാണെങ്കിൽ 2 സാക്ഷിയുടെ പുനരുത്ഥാനത്തിൽ അവിടെ എത്തിച്ചേരുന്നവരെ എവിടെയാകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സംശയം നമുക്കുണ്ട്. അവരെവിടെയാകുന്നു എന്നുള്ളതിനെ മനസ്സിലാക്കാൻ വേണ്ടി വെളിപ്പാട് പുസ്തകം 7ാം അധ്യായം അതിൻ്റെ 11ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവൻ്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനിരിക്കുന്നവർക്ക് കൂടാരമായിരിക്കും. അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല, വെയിലും യാതൊരു ചൂടും അവിടെ മേൽ തട്ടുകയുമില്ല. അപ്പോൾ രക്തസാക്ഷികളായിട്ടുള്ളവർ അവിടെ എത്തി പാട്ടൊക്കെ പാടിയ ശേഷമായി ഇവരെ കൊണ്ടു ചെല്ലുന്നത് ദൈവത്തിൻ്റെ ആലയത്തിലേക്കാണ്. അപ്പോൾ സിംഹാസനത്തിലിരിപ്പാൻ യോഗ്യതയുള്ള മണവാട്ടി സഭ സിംഹാസനത്തിൽ ഇരിക്കുന്നു. എന്നാൽ
ഈ സഭയുടെ ശേഷിപ്പിലുള്ളവർ രക്തസാക്ഷികളായിട്ടുള്ളവരെ നടത്തുന്നത്, കുഞ്ഞാട് നടത്തുന്നത് ദൈവത്തിൻ്റെ ആലയത്തിലാണ്. അവൻ്റെ ആലയത്തിൽ, അപ്പോൾ അവൻ്റെ സിംഹാസനത്തിൽ മുമ്പിലിരുന്ന് അവൻ്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. അപ്പോൾ സിംഹാസനത്തിരിപ്പാനുള്ള അധികാരം രക്തസാക്ഷികളാകുന്നവർക്കില്ല. എന്നാൽ സിംഹാസനത്തിരിപ്പാനുള്ള അധികാരം ലഭിക്കുന്നത് സാത്താനെ ജയിച്ച് ജയാളികളാകുന്ന, വീണകൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന 24 മൂപ്പന്മാരും 4 ജീവികളോട് ബന്ധത്തിൽപ്പെടുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ വിശുദ്ധന്മാരുടെ ബന്ധത്തിൽ 24 മൂപ്പന്മാരും ദൈവസഭയുടെ ആദ്യജാതന്മാരുടെ സഭയെ വെളിപ്പെടുത്തുമ്പോൾ അവരുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നത് അവര് ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂവർക്കം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന് മുമ്പാകെ വീണു. അപ്പോൾ വീണകൾ മാത്രമല്ല, ഈ പൊൻകലശം കൂടി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന, വെള്ളയുടുപ്പ് ധരിച്ചിരിക്കുന്ന, സിംഹാസനത്തിരിപ്പാൻ യോഗ്യത പ്രാപിക്കുന്ന മണവാട്ടി സഭ, അവര് ജയാളികളാണ്. അവർ ജയിച്ചത് ലോകത്തെയും ജഡത്തെയും സാത്താനെയും ജയിച്ചവരാണ്. വീണകൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ നിൽക്കുന്ന വീഴുന്ന ദൈവത്തിന്റെ വീഴുന്ന. അപ്പോൾ വീണകൾ പിടിക്കുന്നത് പോരാടി ജയിച്ചവരാണ്. അപ്പോൾ ദൈവസഭ പോരാടി ജയിക്കുന്ന എന്തിനെയാണ്? ലോകത്തെയും ജഡത്തെയും സാത്താനെയുമാണ് പോരാടി ജയിക്കുന്നത്. നാം എതിർ ക്രിസ്തുവിനോട് പോരാടി ജയിക്കുന്നവരല്ല, കള്ളപ്രവാചകനോട് പോരാടി ജയിക്കുന്നവരല്ല. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ദൈവസഭ, ആദ്യജാതന്മാരുടെ സഭ, അവർ ജയിക്കുന്നത് കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് അവർ ജയിക്കുന്നത് സാത്താനാകുന്ന മഹാസർപ്പത്തെ ജയിക്കുന്നതാണ്. അവന്റെ തന്ത്രങ്ങളോട് പ്രാർത്ഥനയാലും ഉപവാസത്താലും ആരാധനയാലും ദൈവസ്നേഹത്താലും ജയിക്കുന്ന, ലോകത്തെയും ജഡത്തെയും ആ സാത്താനെയും ജയിക്കുന്ന ജയാളികളാണ് 24 മൂപ്പന്മാരും 4 ജീവികളും പ്രതിദാനം ചെയ്യുന്നവര്. അവരുടെ കയ്യിൽ വീണകളുണ്ട്. പോരാടി ജയിക്കുന്നവർ വീണകൾ പിടിക്കുമ്പോൾ ഇവരുടെ കയ്യിൽ വീണകൾ മാത്രമല്ല, ഇവരുടെ കൈവശം പൊൻകലശ ധൂവർക്കം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. ഇവർ കുഞ്ഞാടിന്റെ സിംഹാസനം ഇരുന്നിട്ട് ഈ വീണകൾ പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ സിംഹാസനം മുമ്പാകെ വീഴുകയാണ്. ഇവിടെ കൈവശം ഇരിക്കുന്ന പ്രാർത്ഥന ധൂവർക്കം, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന പിന്നീട് സ്വർഗാസുഖത്തിൽ പ്രവേശിക്കുന്നത് ഈ പറയുന്ന ദൈവസഭ നമ്മൾ പ്രതിനിധിക്കുന്നവരുടെ കൂടെയാണ്. ഈ പ്രാർത്ഥന സ്വർഗാസുഖത്തിൽ അതുവരെയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന പുത്രനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ കൂടിയാണ് പ്രാർത്ഥന വഴി എത്തുന്നതെങ്കിൽ, സ്വർഗാസുഖത്തിൽ സഭ എത്തിക്കഴിഞ്ഞാൽ അവനോടുകൂടി ചേരുന്ന മണവാട്ടി സഭയ്ക്ക് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകൾ എത്തുന്നത് മുഴുവനും ദൈവസഭയോടുള്ള ആദ്യജാതന്മാരുടെ സഭയുടെ ബന്ധത്തിലാണ് എത്തുന്നതാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജയിക്കുന്നത്, ലോകത്തെ ജയിച്ചു, ജഡത്തെ ജയിച്ച് സാത്താനെ ജയിക്കുന്നവരാണ് ജയാളികൾ. അതുകൊണ്ടാണ് വെളിപ്പാട് 12-ാം അധ്യായത്തിൽ ഇവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയ 11-ാം വാക്യം, അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. അപ്പോൾ നാം ജയാളികളാകണമെങ്കിൽ, കുഞ്ഞാടിന്റെ മണവാട്ടിയാകണമെങ്കിൽ, വെളിപ്പാട് 12-ാം അധ്യായം 11-ാം വാക്യം വായിക്കുന്നത്, അവർ അഥവാ ഈ ആൺകുട്ടിയായി എടുക്കപ്പെടുന്ന ആദ്യജാതന്മാരുടെ സഭ, അവർ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ഇന്ന് രാത്രിയിൽ ആർക്കൊണ്ട് ഇത്രമാത്രം ഒരു സ്നേഹം? നമ്മുടെ സ്വന്തം പ്രാണനേക്കാൾ ഉപരിയായി യേശുവിനെ സ്നേഹിപ്പാൻ കഴിയുന്നെങ്കിൽ മാത്രമേ അവന്റെ മണവാട്ടിയായി തീരാൻ കഴിയത്തുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കും, ഇത് കഠിന ഉപദേശം, ആർക്കിത് കേൾക്കുവാൻ കഴിയും, ആർക്കിങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് ഒരുപക്ഷെ ചോദിക്കുമായിരിക്കും. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുക, ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് കേൾക്കുന്നവർക്ക് കഠിന ഉപദേശമെന്ന് ചോദിക്കുന്നെങ്കിൽ യേശു എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾക്കും പോകണമെങ്കിൽ പോകാം എന്നാണ് കർത്താവ് പറഞ്ഞത്. കഠിന വാക്ക്, ഇതൊക്കെ ആരെ കൊണ്ട് പറ്റും എന്ന് അവര് ശിഷ്യന്മാർ പറഞ്ഞ് ചിലര് പിന്മാറിപ്പോയപ്പോൾ യേശു ചോദിച്ചു, നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, നാം ജയാളികളായി കുഞ്ഞാടിന്റെ ആ സിംഹാസനത്തിരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തെക്കാൾ ഉപരിയായി, പ്രാണനേക്കാൾ ഉപരിയായി യേശുവിനെ സ്നേഹിപ്പാൻ കഴിയുമോ? അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഒന്നിനും തന്നെ എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ കഴിയത്തില്ല എന്ന്. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ
ജീവകിരീടം നിനക്ക് നൽകുമെന്ന് ദൂത് പറഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ വിശ്വസ്തരായി ജീവനേക്കാൾ ഉപരിയായി യേശുവിനെ സ്നേഹിക്കുന്നവരാണ് സാത്താനെ ജയിക്കുന്ന ജയാളികൾ. ഇവരാണ് വീണകൾ പിടിച്ചുകൊണ്ട് കയ്യിൽ പൊൻകലശം നിറഞ്ഞ എത്ര ഭാഗ്യകരമായ അവസ്ഥ നമുക്ക് ലഭിക്കാൻ പോകുന്നു. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന വചന മുഖാന്തരമായി ലോകത്തെ ജയിച്ച ജയം നമ്മുടെ വിശ്വാസമാണ്. ജഡത്തെ നാം ജയിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ കുറവ് കൊണ്ട് നാം ദിവസങ്ങളിൽ നമ്മുടെ അവയവങ്ങളെ നമ്മുടെ രാഗമോഹ അതിൻ്റെ ക്രൂശിനോടുകൂടി നാം ക്രൂശിച്ച് ക്രിസ്തുവിനുള്ളവർ ജഡത്തിന്റെ രാഗമോഹങ്ങളെ അവനോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. അതിന് ശേഷമാണ് നാം സാത്താനെ ജയിക്കുന്നത്. കുഞ്ഞാടിന്റെ രക്തത്തിന്റെ സ്നേഹം, ജീവൻ തന്ന യേശുവിന്റെ സ്നേഹം തിരിച്ചറിയുന്നവർക്ക് മാത്രമേ കുഞ്ഞാടിനെ സ്നേഹിച്ച് പാപത്തെ വെറുത്ത് ലോകത്തെ വെറുത്ത് ജഡത്തെ കീഴ്പ്പെടുത്തിയ ദിവസങ്ങളിൽ അവന്റെ മണവാട്ടിയായി തീരുവാൻ ഈ ദിവസങ്ങളിൽ സാധിക്കണമെങ്കിൽ അത് പ്രിയപ്പെട്ടവരെ നമ്മളെ കൊണ്ട് സാധിക്കും. ഒരു തികഞ്ഞ സ്നേഹം വേണം. അതാണ് കർത്താവിന്റെ ആത്മാവിന്റെ രാത്രി വെളിപ്പെടുത്തി നൽകുന്നത്. അപ്പോൾ നാം ജയിക്കുന്നത് ലോകത്തെയും ജഡത്തെയും സാത്താനെയുമാണ് ജയിക്കുന്നത്. അതുകൊണ്ടാണ് നാം തിരശ്ശീലയ്ക്ക് അകത്തേക്ക് പ്രവേശിക്കുന്നത്. അബ്ബ പിതാവേ എന്ന് വിളിക്കാനുള്ള ആ പുത്രത്തിന്റെ അവകാശം പ്രാപിച്ചുകൊണ്ട് തിരശ്ശീലയ്ക്കകത്തേക്ക് ചെന്ന് കൃപാസനത്തിന്റെ അടുത്ത് ചെന്ന് ആ യേശു ഇരിക്കുന്ന കൃപാസനത്തിൽ ഇരിക്കാനുള്ള ഭാഗ്യമുള്ള പദവിയുള്ള ദൈവമക്കൾ. അതുകൊണ്ടാണ് നിയമപ്പെട്ടകത്തിന്റെ അകത്ത് ഈ വചനം വയ്ക്കുമ്പോൾ കൃപാസനത്തോടുള്ള ബന്ധത്തിൽ കരൂപുകളുടെ നടുവിൽ വയ്ക്കുന്ന കൃപാസനത്തിനോട് അടുത്താണ് നിയമപ്പെട്ടകം വയ്ക്കുന്നത്. അതിന്റെ സ്ഥാനം വലുതാ. അത്രമാത്രം ആഴമേറിയ സ്നേഹമുള്ള യേശു നമ്മെ സ്നേഹിച്ച് അവന്റെ ആ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ കൃപാസനത്തേക്ക് അടുപ്പിച്ച് നമ്മെ അവന്റെ മക്കളാക്കി തീർത്ത് അവന്റെ പദവി തന്ന് അവനോട് കൂടി ഇരുത്താമെന്ന് പറഞ്ഞിരിക്കുന്ന ആ ജീവന്റെ സ്നേഹം ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞു വേണം ഞാനും നിങ്ങളും ഈ ദിവസങ്ങളിൽ സാത്താനെ ജയിച്ച് ജയാളികളായി നിൽക്കേണ്ടത്. അതുകൊണ്ട് ദൈവസഭയുടെ ആദിജാതന്മാരുടെ സഭ ജയിച്ച് വീണകൾ പിടിച്ചിരിക്കുന്നത് പോരാടി ജയിച്ചതാണ്. നമ്മളെങ്ങനെ ആരെ ജയിച്ചത്? സാത്താനെ ജയിച്ചത്. ഇപ്പോൾ നാം ജയിക്കേണ്ടത് ലോകത്തെ ജയിക്കണം. കൂട്ടുകാർ പറയുന്നത് കൊണ്ടോ നാട്ടുകാർ പറയുന്നത് കൊണ്ടോ നാം ലജ്ജിച്ചു പോകരുത്. നാം അങ്ങനെയായിരുന്നെങ്കിൽ രക്ഷിക്കപ്പെടാൻ കഴിയത്തില്ലായിരുന്നു, സ്ഥാനപ്പെടാൻ കഴിയത്തില്ലായിരുന്നു. അതേ, ആദ്യമൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാ, പ്രയാസമാ. ലോകം നമ്മളെ പ്രത്യേകിച്ച് കണ്ണുകൊണ്ട് നോക്കിയുള്ളൂ. പ്രത്യേകിച്ച് വിശ്വാസത്തിലേക്ക് പോകുന്നു, ബൈബിൾ പിടിച്ചുകൊണ്ട് പോകുന്നു, ആരാധനയ്ക്ക് പോകുന്നു പറയുമ്പോൾ മറ്റുള്ളവർക്ക് ആരാധനയ്ക്ക് പോകും, അവർ കൈവീശി പോയാൽ മതി. പക്ഷേ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാറിലും ബൈക്കിലൊക്കെ പോകുന്നതുകൊണ്ട് അറിയത്തില്ല. പണ്ടൊന്ന് നടന്നാ പോയിക്കൊണ്ടിരുന്നത്. അന്നൊരു ഭക്തന്റെ കയ്യിൽ എപ്പോഴും ബൈബിൾ കാണും. ഇവൻ പോകുന്നത് പ്രാർത്ഥനയ്ക്ക് പോകാമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റുള്ള പാരമ്പര്യക്കാർക്ക് അങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് അവിടെ പോയി വായിക്കാനില്ല, അവർക്കത് ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ വിശ്വാസം വന്നു കഴിയുമ്പോൾ ഇത് പിടിച്ചോണ്ടാ പോകുന്നത്. കാരണം എല്ലാവർക്കും വസ്ത്രമില്ലെങ്കിൽ ഒരു ബൈബിളെങ്കിലും കയ്യിൽ വേണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹത്തിന്റെ പുറത്ത് അതും കൊണ്ടു നടക്കുന്ന, അത് വളരെ ബഹുമാനത്തോടും അഭിമാനത്തോടും കൊണ്ട് നടക്കുവാൻ പിതാക്കന്മാർ കാണിച്ച മാതൃക പ്രകാരം നടന്നവരാണ് ദൈവമക്കൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് വളരെയധികം ലജ്ജയോടുകൂടിയൊക്കെ കൊണ്ടു നടന്നിട്ടുണ്ട്. രക്ഷിക്കപ്പെടുമെന്ന് പറയുമ്പോൾ, സ്നാനപ്പെടുമെന്ന് പറയുമ്പോൾ ഒക്കെ ഒരുപാട് വിമുഖത കാണിച്ചിട്ടുണ്ട്. കാരണം ലോകം നമ്മളെ തടഞ്ഞിരുന്നു, സമൂഹം നമ്മളെ തടഞ്ഞിരുന്നു. എന്നാൽ അതിൽ കൃപയാൽ നമുക്ക് ലോകത്തെ ജയിച്ചു. നാം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. നാം ദൈവകൃപയിലേക്ക് നടത്തപ്പെടുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിഷയത്തെ വിരുദ്ധമെന്ന് നമ്മുടെ ജഡത്തിന്റെ പ്രവൃത്തികളെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി നാം അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടപ്പോൾ അഭിഷേകമുള്ളവരായി പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള പെന്തക്കോസ്ത് അനുഭവത്തിലുള്ളവരായി തീരുവാൻ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകർന്നതിനായി സ്തോത്രം ചെയ്യാം. ജഡത്തെ ജയിച്ച് അതിനുശേഷമായി സാത്താനെ ജയിച്ചുകൊണ്ട് ലോകത്തിലുള്ള സകലത്തെ ചവർന്നും എണ്ണിക്കൊണ്ട് ക്രിസ്തുയേശുവിനെ മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്ന മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിക്കാത്തവരാണ് ജയാളികളായിട്ടുള്ളവർ. ആരാണ് തികവുള്ളവരെന്നും ആരാണ് സുഭാസ്ഥിരിക്കുന്നുള്ളതെന്നുള്ളൊരു കാര്യം ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. പിന്മാറിപ്പോകുവാനോ സാധിക്കത്തില്ലെന്ന് പറഞ്ഞു പോകുവാനോ അല്ല പ്രിയപ്പെട്ടവരെ, നമുക്കത് സാധിക്കും. അതാണ് കർത്താവ് പറഞ്ഞത്, ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ ശക്തി കൊണ്ടല്ല, നമ്മുടെ ബലം കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ. ഞാനൊന്ന് സിംഹത്തെക്കുറിച്ചുള്ള ഒരു കാര്യം, ഒരു മെസ്സേജ് ഇങ്ങനെ കേൾക്കാനിടയാത്തുള്ളൂ. സിംഹത്തെക്കുറിച്ച് പറയുമ്പോൾ അത് കാട്ടിലെ രാജാവാണ്.
പക്ഷെ അതിന് രാജാവാകണമെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു ഗുണങ്ങളുമില്ല. നോക്കിയാൽ വലിയ മൃഗമല്ല, അതിന് പൊക്കമില്ല, അതിന് സൗന്ദര്യമില്ല, അങ്ങനെ പ്രത്യേകിച്ച് കഴിവൊന്നും നമ്മൾ നോക്കുമ്പോൾ, പുറമേ നോക്കുമ്പോൾ സിംഹത്തിനില്ല. പക്ഷെ എന്നാൽ അതിനൊരു നിശ്ചയദാർഢ്യമുണ്ട്, ഒരു നിശ്ചയമുണ്ട്. അതെപ്പോഴും അങ്ങനെ ഇറങ്ങത്തില്ല. ഇര പിടിക്കാൻ ഇറങ്ങിയാൽ പിടിച്ചിരിക്കും, അല്ലെങ്കിൽ അത് വിശ്രമിക്കും. എല്ലാവരും കൂന്ന പോലെ നാകുരയ്ക്കുന്ന കുരയ്ക്കത്തില്ല. ഒരു പ്രത്യേകതയുള്ളതാണ്. യഹൂദിയുടെ സിംഹമായവൻ ലോകത്തിൽ വന്നപ്പോൾ അവൻ എല്ലാവരെക്കാൾ പൊക്കം കൂടിയവനായിരുന്നില്ല. അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നിക്കത്തക്കവണ്ണമുള്ളതായിരുന്നു. എന്നാൽ അവരൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് വന്നത്. അവനത് ആ ലക്ഷ്യം നിവൃത്തീകരിച്ച് ശത്രുവിനെ പരാജയപ്പെടുത്തി യഹൂദിയുടെ സിംഹമായി തീർന്നു. യേശു ലോകത്തിൽ വന്നപ്പോൾ ഇവിടെ ലോകത്തിൽ വന്നപ്പോൾ അവൻ എല്ലാവരെക്കാൾ വ്യത്യസ്തനായ പൊക്കമുള്ളവനോ, അവൻ എല്ലാവരെക്കാൾ വണ്ണമുള്ളവനോ, പ്രത്യേക കഴിവ് കാണിച്ചവനോ അല്ല. എന്നാൽ യേശു തന്നെത്താൻ താഴ്ത്തി, അവൻ ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി. അവൻ വന്ന ലക്ഷ്യത്തിൽ നിന്നും മാറാതെ അതിനെ തികച്ചെടുത്തു. അതുകൊണ്ടാണ് അവനെ യഹൂദയുടെ സിംഹം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന യഹൂദ സിംഹത്തിന്റെ സിംഹക്കുട്ടികളായിരിക്കുന്ന ഞാനും നിങ്ങളും നമ്മുടെ കഴിവ് കൊണ്ടല്ല, എൻ്റെ പൊക്കം കൊണ്ടോ കളർ കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ കഴിവ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ അല്ല നാം ദിവസങ്ങളിൽ രാജാക്കന്മാരാകേണ്ടത്. നമുക്കൊരു നിശ്ചയമുണ്ടായിരിക്കണം. ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അത് നേടിയെടുക്കാൻ വേണ്ടിയാ. എന്തിനു വേണ്ടിയാ? എനിക്കെൻ്റെ യേശു വരുമ്പോൾ അവനോട് കൂടെ പോകണമെന്നുള്ള ആ നിശ്ചയദാർഢ്യം അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡാണ് സിംഹത്തെ കാട്ടിലെ രാജാവാക്കി മാറ്റുന്നെങ്കിൽ ദൈവജനമേ, നമുക്കും ഒരു തീർച്ചയും തീരുമാനം ഉണ്ടായിരിക്കണം. ഒരുപക്ഷെ നമുക്ക് 50 കിലോ തൂക്കം കാണത്തില്ലായിരിക്കാം, ഒരുപക്ഷെ 5 അടി പൊക്കം കാണത്തില്ലായിരിക്കാം, ഇനിയല്ല ആരുമാകട്ടെ നിനക്ക് ബുദ്ധി കാണത്തില്ലായിരിക്കാം. എങ്കിലും ഈ ദിവസങ്ങളിൽ നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ എനിക്കവൻ്റെ മണവാട്ടി ആകണം, അതാണ് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെ പരാജയപ്പെടുത്താൻ, അതിനെ മാറ്റുവാൻ ആർക്കും കഴിയത്തില്ല. ആ ഒരു നിശ്ചയദാർഢ്യം ഉള്ളത് കൊണ്ടാണ് സിംഹം മറ്റുള്ള മൃഗങ്ങളുടെ രാജാവായി തീർന്നെങ്കിൽ ദിവസങ്ങളിൽ ജയാളികളായി തീരണമെന്നുള്ള ആഗ്രഹമുള്ള. ഇതിനകത്ത് സിംഹത്തിന്റെ മുഖത്ത് ഒരുപാട് പാടുകളൊക്കെ ഉണ്ടെന്നാണ് പറയുക. അതേ പറഞ്ഞിരിക്കുന്നത് 10 പ്രാവശ്യം അറ്റൻഡ് ചെയ്ത 3 പ്രാവശ്യം ജയിക്കുള്ളെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 10 പ്രാവശ്യം ഒരു ഇരയെ പിടിക്കാൻ പോയാൽ കിട്ടത്തില്ല, 3 പ്രാവശ്യം ഇടും. ഒരുപാട് പാടുകളൊക്കെ മുഖത്ത് കിട്ടും. പക്ഷേ അവർക്ക് പരാജയം അത് അലങ്കാരമാണ്. അവൻ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ മാറി നിൽക്കത്തില്ല, ഇര പിടിച്ചേ നടക്കുള്ളൂ. ഒരിക്കലും സിംഹം പരാജയപ്പെട്ട് മാറത്തില്ല. അതാണ് അവനെ പ്രത്യേകതയുള്ളവനാക്കി മാറ്റുന്നത് ഞാൻ കണ്ണോട്ടിടയാത്തുന്നത്. അത് ശരി തന്നെയാണ്. അപ്പോൾ നമുക്ക് പരാജയങ്ങൾ സംഭവിക്കാം, വേദനകൾ സംഭവിക്കാം, പാടുകൾ സംഭവിക്കാം. അതെ, പക്ഷേ എങ്കിലും അതൊന്നും നമ്മെ എന്ത് ചെയ്യത്തില്ല, നമ്മെ പിന്നോട്ടടിക്കത്തില്ല. മുമ്പോട്ട് തന്നെ പോകണമെന്നാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് കൂട്ടമായിട്ട് അറ്റാക്ക് ചെയ്യുന്നത്, ഒരുമിച്ചാണ് നിൽക്കുന്നത്, ഒരുമിച്ചുള്ള പ്രാർത്ഥന, ഒരുമിച്ചുള്ള ആരാധന ദിവസങ്ങളിൽ സാധാരണ ജയിപ്പാൻ നമ്മെ സിംഹക്കുട്ടികളാക്കി മാറ്റും. യഹൂദരുടെ സിംഹത്തിന്റെ മക്കളാക്കി തീർക്കുവാൻ, ജയാളികളായി തീരുവാൻ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനപ്രകാരം നമുക്കുമായിരിക്കാം. നാം ലോകപ്രകാരം നോക്കുമ്പോൾ വലിയ കഴിവുള്ളവരല്ല, ഒന്നുമുള്ളവർ. പക്ഷേ നമ്മുടെ അകത്തൊരു അഭിമാനമുണ്ടായിരിക്കണം, ഒരു വിലയുണ്ടായിരിക്കണം. ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതാ, അതുകൊണ്ട് എൻ്റെ ജീവിതം എപ്പോഴും ഒരു തലയെടുപ്പുള്ളതായിരിക്കണമെന്നുള്ള തീരുമാനത്തോടെ ജയാളിയായിട്ട് ജീവിക്കുന്നവർക്ക് മാത്രമേ ദിവസങ്ങളിൽ രാജാക്കന്മാരായി തീരുവാൻ കഴിയത്തുള്ളൂ. നമ്മുടെ അകത്തിൽ ഉറപ്പുണ്ടായിരിക്കണം, ഒരു തീർച്ചയുണ്ടായിരിക്കണം, ഒരു ആഗ്രഹമുണ്ടായിരിക്കണം, ഒരു നിശ്ചയമുണ്ടായിരിക്കണം. ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ട സഭയുടെ അംഗമാണ്. ഇതിനകത്ത് ഒരുപക്ഷെ വാദപ്രതിവാദങ്ങളിൽ നമുക്ക് പരാജയം സംഭവിക്കും. എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നമുക്ക് കഴിയത്തില്ലായിരിക്കും. അതൊക്കെ നമ്മൾ ഒരുപക്ഷെ പരാജയങ്ങളായിരിക്കാം. എന്നാൽ രാത്രി ദൈവാത്മാവ് പറയുന്നു, ആ പരാജയങ്ങളൊന്നും കണ്ടുകൊണ്ട് ഒരുപക്ഷെ എല്ലാവരും പറഞ്ഞു നേടുവാൻ കഴിയാത്ത വിധത്തിൽ നാം പരാജയപ്പെട്ടു പോയ സന്ദർഭങ്ങൾ കാണുമായിരിക്കും. പലരും നമ്മളോട് ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. അതൊക്കെ നമുക്ക് ഏറ്റ പാടുകളായിരിക്കാം. എങ്കിലും നാം ഉയർച്ചു വിശ്വസിക്കുന്നു, അതെ, എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം അത് ജയമാണ്.
എനിക്ക് എത്തിച്ചേരേണ്ട സ്ഥലത്ത് എനിക്ക് എത്തണം. എൻ്റെ കർത്താവ് എനിക്ക് പറഞ്ഞിരിക്കുന്ന വാക്കവൻ മാറത്തില്ല. അവനെ മണവാട്ടിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവനെ ചേർത്ത് കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ ഇരിക്കുന്നിടത്ത് എന്നെ ഇരുത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാത്താനെ നിന്റെ പ്രവർത്തികൾ എത്ര വാർത്തമാണെങ്കിലും ഞാൻ ഒരിക്കലും പിന്മാറാനുള്ളവനല്ല. എൻ്റെ യേശുവിനെ സ്നേഹിപ്പാനുള്ളവനാണെന്നുള്ള ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴത്തിൽ ആകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, അവർ തങ്ങളുടെ പ്രാണനെ മരണപര്യന്തം സ്നേഹിച്ചതുമില്ല. രാത്രി സന്ദേശം ക്ലിയറാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പം നമ്മൾ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ ശക്തിയുള്ള രാജാക്കന്മാരാണ്, സിംഹക്കുട്ടികളാണ്. നമുക്കൊരു നിശ്ചയദാർഢ്യം ഉണ്ടാകണം, എനിക്കത് നേടണമെന്ന്. നമ്മുടെ കഴിവുകൊണ്ടല്ല. ഞാൻ പറഞ്ഞല്ലോ, സിംഹത്തിന് പൊക്കമുണ്ടോ? ആനയുടെ അത്രയും പൊക്കമുണ്ടോ? ഇല്ല. ജിറാഫിന്റെ അത്രയും നീളമുണ്ടോ? ഇല്ല. കുറുക്കിന്റെ അത്രയും ബുദ്ധിയുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള ഒരു വിശേഷതകളില്ല. സൗന്ദര്യമുണ്ടോ? ഒന്നുമില്ലാത്തതാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലൊരു ജന്മനാ ഉള്ള ഒരു ശക്തിയുണ്ട്. ഞാൻ ജയാളിയാണ്, ഞാൻ ജയിക്കും, പരാജയപ്പെടുകയില്ല എന്നുള്ള നിശ്ചയദാർഢ്യമാണ് അതിനെ രാജാവാക്കി തീർക്കുന്നെങ്കിൽ, ഞാനും നിങ്ങളും അടിമകളല്ല, ഞാനും നിങ്ങളും പാപത്തിന്റെ ദാസന്മാരല്ല, സാത്താന്റെ അടിമകളല്ല, സ്വർഗീയ ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന യേശുവിന്റെ സഹോദര പുത്രത്വം പ്രാപിക്കുന്ന രാജാക്കന്മാരാകുവാനുള്ളവരാണ്. അതുകൊണ്ട് ദിവസങ്ങളിൽ ആ ഒരു ബലത്തോടുകൂടി നമുക്ക് ദിവസങ്ങളിൽ മുന്നേറണം. നമ്മുടെ നിശ്ചയദാർഢ്യത്തിൽ നിന്ന്, നമ്മുടെ തീരുമാനത്തിൽ നിന്ന് നാം മരിക്കേണ്ടി വന്നാൽ മരിക്കട്ടെ, അവനോടുകൂടെ ചേർന്ന് ജയാളിയായിട്ട് തന്നെ മരിക്കണം. അല്ല, നാം രൂപാന്തരപ്പെടുകയാണെങ്കിലും നാം ജയാളിയായിട്ട് നിൽക്കുമ്പോൾ നാം രൂപാന്തരപ്പെടണം. അവസാന ശ്വാസം മാറുന്നവരെ, ഇവിടുന്ന് പോകുന്നവരെ കുഞ്ഞാടിന്റെ ജീവന്റെ ആ ശക്തിയോട് അവനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദിവസങ്ങളിൽ തീരുമാനത്തോടെ മുന്നേറണമെന്നുള്ള ദൂത് കൂടി ഇന്ന് രാത്രിയിൽ ഞാൻ അറിയിച്ചുകൊണ്ട് ഞാൻ ഈ ഭാഗത്തുനിന്ന് മാറുമ്പോൾ, ആരാണ് പിന്നെ വീണുകൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്? 144 കുറിച്ച് ഭൂമിയുടെ ആദ്യഫലമാണ്. അവർ ജയിക്കുന്നതിനെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ജയിച്ചത് ആരെയാണ് ജയിച്ചതെന്ന് പറയുകയാണ്. 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന 15 തീ കലർന്ന പളുങ്ക് കടൽ പോലെയും ഒന്നും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചും കൊണ്ട് പളുങ്ക് കടലിനരികെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവര് സിംഹാസനിരിക്കുകയല്ല. ഇവരാരെയാ ജയിച്ചത്? ലോകത്തെ ജയിച്ചു, ഇവർ ജഡത്തെ ജയിച്ചു, ഇവർ മൃഗത്തെയും അതിന്റെ പ്രതിമയെയും പേരിന്റെ സംഖ്യയും ജയിച്ചു. ഭൂമിയുടെ ആദ്യ ഫലമായി തീർന്നു. അതാണ് വീണകൾ പിടിച്ചത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വീണകൾ പിടിക്കുന്ന 2 കൂട്ടരാണെന്ന് മനസ്സിലായല്ലോ. ഒന്ന്, വീണകൾ പിടിക്കുന്ന 24 മൂപ്പന്മാരും 4 ജീവികളും കാണിക്കുന്നത് അത് ദൈവസ്വരാധിയാതന്മാർ സഭയിൽ പ്രതികരിക്കുന്നു. നമ്മുടെ കൈവശം വീണകൾ ഉണ്ടായിരിക്കും, അതുപോലെ ധൂപവർക്കം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ടാണ് കുഞ്ഞാണ്ട് മുമ്പാകെ വീഴുന്നത്. ഇവർ പളുങ്കടലിൽ നിൽക്കുമ്പോൾ ഇവരും വീണകൾ പിടിക്കുന്നുണ്ട്. പോരാടി ജയിച്ചവരാണ്. പോരാടി ജയിക്കുന്ന ആരോടാണ്? അവർ ലോകത്തെ ജയിക്കും, ജഡത്തെ ജയിക്കും, അവർ മൃഗത്തെ ജയിക്കുന്നവർ, എതിർ ക്രിസ്തുവിനെ ജയിക്കുന്നവരാണ്. 144 ബന്ധത്തിൽ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദൈവസഭയുടെ അതിജാതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവർ ജയിക്കുന്നു എങ്കിലും, അവരിതിനെ ജയിക്കുന്നെങ്കിലും അതിനേക്കാൾ അവർക്ക് ജയിക്കാൻ പറ്റിയിരുന്ന ഒരു 1ാമത്തെ സ്ഥാനമുണ്ടായിരുന്നു. സാത്താനെ ജയിക്കാൻ കഴിയാതെ കൊണ്ടാണ് അവര് കർത്താവിൽ എടുക്കപ്പെടാതെ പോയത്. എന്നാൽ അവർക്ക് എതിർ ക്രിസ്തുവിനെ ജയിപ്പാനുള്ള കൃപയുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, IAS കിട്ടിയില്ലെങ്കിൽ സബോർഡിനേറ്റീവ് ആയിട്ടുള്ള റാങ്കിലേക്ക് പരിഗണിക്കപ്പെടുമല്ലോ. അതൊക്കെ സാധാരണമായിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ആരെങ്കിലും IAS എഴുതാൻ പോയിട്ട് അത് കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആരും തലതെല്ലിച്ചത്തായിട്ട് ആത്മഹത്യ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അവർക്കറിയാം, അത് ലഭിച്ചിട്ടില്ലെങ്കിൽ അതിനുള്ള സബോർഡിനേറ്റീവ് ആയിട്ടുള്ള അടുത്ത പോസ്റ്റിലേക്ക് അവര് പരിശ്രമിക്കും. അവർ കയറിപ്പോകുന്നത് പോലെ ഇവര് മനസ്സിലാക്കും. അവർക്ക് അതുകൊണ്ടാണ് ഇവർ വീണകൾ പിടിക്കാത്തത്. ഇവരുടെ കൈവശം കൊടുത്തിരുന്ന കുരുത്തോലി എന്ന് പറഞ്ഞാൽ ചെറുപ്രായത്തിൽ തന്നെ ഇവർ രക്തസാക്ഷികളായി തീർന്നു. നമുക്കറിയാം, ഒരു തെങ്ങിന്റെ അല്ലെങ്കിൽ ഒരു പനയുടെ ഒക്കെ കുരുത്തോല എന്ന് പറഞ്ഞാൽ അത് കൂമ്പാണ്. അത് യൗവനപ്രായത്തെ കാണിക്കുന്നതാണ്, നല്ല പ്രായത്തെ കാണിക്കുന്നതാണ്. അത് മടലായി തീർന്നിട്ടില്ല. എന്നാൽ നല്ല പ്രായത്തെങ്കിൽ തന്നെ ദൈവത്തിന് വേണ്ടി തലവെച്ചു കൊടുത്തു. നിങ്ങൾ കൊല്ലുന്നെങ്കിൽ കൊന്നുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസം തീക്ഷ്ണതയ്ക്ക് വേണ്ടി എണ്ണിക്കൂടാത്തൊരു പുരുഷാരം, വലിയൊരു കൂട്ടം ഇവിടെ രക്തസാക്ഷികളായി തീരും. അതേ, ഭൂമി രക്തസാക്ഷിയുടെ വിശുദ്ധന്മാരുടെ രക്തം കുടിച്ച് അത് തീർക്കുമെന്ന്, രക്തം കുടിക്കുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമി
വിശുദ്ധന്മാരുടെ രക്തം കുടിക്കുമെന്ന് വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തി. അപ്പോൾ ഈ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കാളികളാകുന്ന 144,000 പേര് സ്വർഗാസ്വർഗത്തിനെ കുറിച്ചും അവർ പാട്ട് പാടുന്നതിനെ കുറിച്ചും നമുക്ക് മനസ്സിലായി. അപ്പം അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഭാഗമായിരിക്കുന്ന അവരോട് കൂടെ എത്തിച്ചേരുന്ന സഹോദര പദവിയിലുള്ളവർ സ്വർഗാസ്വർഗത്തിൽ എത്തിച്ചേർന്ന് അവരെവിടെയാണ് എന്നുള്ളതിനെ കുറിച്ചുകൂടി നമുക്ക് ചിന്തിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം ഇതുവരെ നമ്മൾ പഠിക്കാതെ കിടന്നിരുന്ന ഭാഗങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ്. അപ്പോൾ 7-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ ഞാൻ ഇതുവരെയുള്ള ക്ലാസ്സിൽ പല പ്രാവശ്യം എടുത്തിട്ടുണ്ടെങ്കിലും വായിച്ച് വേഗത്തിലൊന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് മനസ്സിലാകും. ഇപ്പം രണ്ടാമത്തെ ഒലുമരത്തിലുള്ളവർ പെടുന്ന രക്തസാക്ഷികൾ കൂട്ടത്തിൽപ്പെടുന്നവർ മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും പേരിന്റെ സംഖ്യയും ജയിച്ചവർ വീണകൾ പിടിച്ചുകൊണ്ട് ഭൂമിയുടെ ആദ്യഫലമായി തീർന്നു. ഭൂമിയുടെ ആദ്യഫലം, വിളവിന്റെ ആദ്യഫലമായി തീർന്നു. എന്നാൽ സ്വർഗത്തിന്റെ ആദ്യഫലമാണ് യേശു ക്രിസ്തു. അവൻ സകലത്തെയും ജയിച്ചവനാണ്. അവനാണ് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റവൻ. നമ്മളാരും നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് ജയിച്ചതല്ല. എന്നാൽ കർത്താവ് അവൻ ഏകനായി വന്ന് അവൻ തൻ്റെ ആ ജീവിതത്തിൽ അവന് ലോകത്തിന്റെ പാപമില്ലായിരുന്നു, അവന് ജഡത്തിന്റെ പാപമില്ലായിരുന്നു. അവൻ ജയിച്ചത് സാത്താനെയാണ്. അവനെ ജയിച്ചു, മരണത്തെ ജയിച്ച് യേശു സ്വർഗാസ്വർഗത്തിലേക്ക് കയറി മരിച്ചവരുടെ ആദ്യഫലമായി തീർന്നു. അവൻ ആദ്യഫലമായി മരിച്ചവരുടെ ആദ്യഫലം സ്വർഗാസ്വർഗത്തിന് ആദ്യഫലമാണ്. എന്നാൽ സർവ്വസൃഷ്ടിയുടെ ആദ്യഫലമായി നമ്മെ കണ്ടിരിക്കുന്നത് അവർ യേശുവിനെ അക്ഷയമായി സ്നേഹിച്ചുകൊണ്ട് പ്രാണനേക്കാൾ ജീവനേക്കാൾ അധികമായി ദൈവത്തെ സ്നേഹിച്ച് ദൈവ പ്രമാണങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവർ ആണ് ജയാളികളായി തീർന്നവർ. ലോകത്തെയും ജഡത്തെയും സാത്താനും ജയിക്കുന്നവർ. അവരുടെ ലക്ഷ്യം ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ജയാളികളായി തീർന്നു. എനിക്ക് ആ ഭാഗത്തെത്തണം. അത് കൂടുതൽ അറിയോ അതല്ലെങ്കിൽ കൂടുതൽ മനസ്സിലാക്കിയിട്ടോ എന്നുള്ളതല്ല, ഇത് സത്യമാണെന്ന് മനസ്സിലാക്കി യേശു വരുമെന്നും അവൻ മണവാട്ടിയെടുക്കുമെന്നുള്ള തീരുമാനമുണ്ടാകുമ്പോൾ അറിയാവുന്നതുകൊണ്ട് എനിക്കും യോഗ്യതയില്ലെങ്കിൽ വല്ല വിധേനയും എങ്ങനെയും കർത്താവി എന്നെ അതിൽ പെടുത്തണം, എൻ്റെ കുടുംബത്തെ പ്രിയപ്പെട്ടവരെ പെടുത്തണമേ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കരുതേ എന്നുമുള്ള പ്രാർത്ഥനയോടെ ജീവിക്കുന്നവരാണ് വീണകളും ദൂവർക്കും നിറഞ്ഞ പൊൻകലശം പിടിച്ചുകൊണ്ട് അവർ ജയാളികളാണ്. സർവ്വസൃഷ്ടിയുടെയും ആദ്യഫലമായി തീർന്ന ജയാളികളാണ് അവർ. സാത്താനെയും ജയിച്ചവരാണ്. യേശു സാത്താനെ ജയിച്ചതാ, അവൻ ജയാളിയാണ്. അവൻ സകലത്തെയും ജയിച്ചവനാണ്, മരണത്തെ ജയിച്ചവനാണ്. നമ്മളൊക്കെ അവൻ്റെ മരണമുഖാന്തരമുള്ള ഉയർപ്പിന്റെ ശക്തി കൊണ്ടാണ് നാം ലോകത്തെ ജയിക്കുന്നത്, നാം ജഡത്തെ ജയിക്കുന്നത്, നാം സാത്താനെ ജയിക്കുന്നത്. അപ്പോൾ എതിർക്രിസ്തുവിന്റെ സമയത്ത് മൃഗത്തെയും അതിൻ്റെ പ്രതിമയും പേരിന്റെ സംഖ്യയും ജയിച്ച ജയാളികളാകുന്നവർ, അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഭൂമിയുടെ ആദ്യഫലമാകുന്ന 144,000 അവരെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവർ വീണകൾ പിടിച്ചുകൊണ്ട് ജയാളികളായിട്ട് നിൽക്കുന്നതിനെ കുറിച്ച് പോരാടി ജയിച്ചവരാണെന്ന് വെളിപ്പെടുത്തുന്നു. അവരെവിടെയാണെന്നുള്ളത് വെളിപ്പാട് 15-ാം അധ്യായത്തെക്കുറിച്ച് വെളിപ്പെടുത്തത് നമ്മൾ മനസ്സിലായല്ലോ. അതോടനുബന്ധമായി 14-ാം അധ്യായത്തിന്റെ ഭാഗം കൂടി നമ്മൾ ചിന്തിക്കും. എന്നാൽ അതിനു മുമ്പായി ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ സ്വർഗാസ്വർഗത്തിൽ എത്തുന്ന വിശുദ്ധന്മാർ രക്തസാക്ഷികളായിട്ടുള്ള എവിടെ എന്നുള്ളതിനെ കുറിച്ച് വെളിപ്പെടുത്തി അതിന് മുമ്പ് എത്തിയവരെ കൂടി നമ്മൾ പഠിപ്പിക്കുമ്പോൾ വെളിപ്പാട് 7-ാം അധ്യായത്തിന്റെ മുഴുവൻ ഭാഗം നമ്മൾ പഠിച്ച് പൂർത്തീകരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെളിപ്പാട് ദിവസം 18 വരെയുള്ള അധ്യായങ്ങളുടെ പഠനം പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും. ഇതിൻ്റെ അകത്ത് പിന്നെ വിട്ടിട്ട് പോയ വാക്യങ്ങളൊന്നും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് അന്നേരം പഠിക്കുന്നതായിരിക്കും. ഉണ്ട്, അതിൻ്റെ അകത്ത് 14-ാം അധ്യായത്തിൽ മുഴുവൻ എടുത്തിട്ടില്ല. 14-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ, 14 മുതൽ 20 വാക്യങ്ങൾ അത് നമ്മൾ പിന്നീട് എടുക്കും. അത് പഠിക്കാനുള്ളതാണ്. മേഘത്തിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് ബന്ധത്തിൽ ഇപ്പോൾ 14-ാം അധ്യായം ഒരു മുഖവരയാണ്. എല്ലാ സംഭവങ്ങളുടെയും ഓരോ പാരഗ്രാഫ് എടുത്ത് ഓരോ സംഭവങ്ങളുടെ ബന്ധത്തിൽ നടക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുക. ഇപ്പം 14-ാം അധ്യായത്തിന്റെ 14 പിന്നെ ഞാൻ വെളുത്തൊരു മേഘത്തിന്മേൽ അത് കർത്താവ് 2ാമത്തെ വരവിൽ നടക്കുന്ന കൊയ്ത്തിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ 17-ാം അധ്യായത്തിന്റെ 14-ാം അധ്യായത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും നമ്മൾ പഠിക്കും. അത് അതിനുള്ള ബന്ധത്തിൽ പഠിക്കുന്നതായിരിക്കും. ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ പൂർത്തീകരിക്കപ്പെടുകയാണ്. 7-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കാതിരുന്ന ഭാഗം ഒന്ന് വായിച്ച് അതിൻ്റെ സംഭവ പശ്ചാത്തലം മനസ്സിലായിട്ടുണ്ട്, സന്ദർഭം മനസ്സിലായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒന്ന് ചെറിയ രീതിയിൽ അതിൻ്റെ വിശദീകരണം നൽകി ആ ഭാഗത്തിന്റെ പഠനം പൂർത്തീകരിപ്പാൻ കർത്താവ് ക്ഷണപ്പെടുകയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനം കുഞ്ഞാടിന് മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്നവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇവര് ആരാകുന്നു? വെള്ള നിലയെങ്കിൽ ആർക്കാണ് കൊടുക്കുന്നുള്ളത്?
5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5-ാം അധ്യായത്തിന്റെ അതിന്റെ 11-ാം വാക്യം. അപ്പോൾ അവരിൽ ഓരോരുത്തനും വെള്ള നെല്ലിയങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും എന്ന് പറഞ്ഞാൽ 2-ാമത്തെ ഒലിവുമരത്തിലും 2-ാമത്തെ നിലവിളക്കിലും എത്തിച്ചേരാനുള്ള രക്തസാക്ഷികൾ കൂടി എത്തിച്ചേരുവോളം നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് വെള്ള നിലയെങ്കിൽ കൊടുക്കുന്നു. അപ്പോൾ ഈ വെള്ള നിലയെങ്കിൽ ധരിച്ചവർ ആരാണെന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ നിർമ്മലകന്യകയല്ല, കുഞ്ഞാടിന് മണവാട്ടിയല്ല. ഈ വെളിപ്പാട് വസ്ത്രം ശരിക്കറിയാൻ കഴിയാത്തവരാണ് കാണുന്നതെല്ലാം എടുത്ത് കുഞ്ഞാടിൻ്റെ മണവാട്ടിയായിട്ടങ്ങ് പാടുന്നത്. പക്ഷെ അങ്ങനെ പഠിപ്പിക്കാൻ വ്യവസ്ഥയില്ല. ചിലർ പാടും ആ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അലക്കി വെളിപ്പിച്ചോർ ഇവരാണെന്നൊക്കെ പറഞ്ഞ് അവർ കുഞ്ഞാടിനെ മണവാട്ടിയാണെന്ന് നിർമ്മലകന്യകയാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. പക്ഷെ അത് ശരിയല്ല. വചനം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് അവനോട് നടക്കുന്നവരാണ് സിംഹാസനിരിക്കുന്ന 24 മൂപ്പന്മാർ ബന്ധത്തിൽപ്പെടുന്നവരെങ്കിൽ. ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു കാലത്തിൽ പാടിയെങ്കിൽ അത് മനസ്സിലാക്കിയെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ എതിർപ്പ് പറയുന്നില്ല. പക്ഷെ വചനം ഓരോ ദിവസം ചെല്ലും തോറും അതിൻ്റെ ആഴം വെളിപ്പെടുകയും അതിൻ്റെ സത്യത്തിലേക്ക് വരുമ്പോൾ സത്യമാണെന്നറിയുമ്പോൾ അതിനെ അംഗീകരിച്ചു പോകുക എന്നുള്ളതാണ് ഒരു മനസാക്ഷിയുള്ള വ്യക്തി ചെയ്യണത്. അതല്ല ഞങ്ങൾ പണ്ട് പഠിച്ചതൊക്കെ പാടുള്ളൂ, പണ്ട് പറഞ്ഞതൊക്കെ പറയുള്ളൂ. പുതിയതായിട്ട് എന്തെങ്കിലും വന്നാൽ അംഗീകരിക്കണമല്ല. പ്രത്യേകം കൊണ്ടുള്ള അഭിഷേകം സഭയ്ക്ക് വരുന്നത് നമ്മൾ അംഗീകരിക്കത്തില്ല. അങ്ങനെയല്ല മനസ്സിലാക്കും. അപ്പൊ ഇതിന്റെ കാതൽ മനസ്സിലാക്കണം. എന്താണ് ഈ സന്ദർഭങ്ങൾ ഇത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്? ഇപ്പൊ ഇത് ഇവിടെ വായിച്ചൊരു മനസ്സിലായിട്ടുണ്ട്. വെള്ളം അല്ലെങ്കിൽ ഇരിക്കുന്നത് ആരാണെന്ന് മനസ്സിലായി, രക്തസാക്ഷികളാണെന്ന് മനസ്സിലായി, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരാണെന്ന് മനസ്സിലായി, അവരുടെ കയ്യിൽ അവര് സിംഹാസനം മുമ്പാകെ നിൽക്കുന്നവരാണ്, അവർക്ക് ഇരിക്കാനുള്ള പദവിയില്ല. ഇത്രയും തെളിവ് പോരെ ഒരു മണവാട്ടി അല്ലെന്നുള്ളത്. ഇനി പോട്ടെ, എന്തിനേറെ പറയുന്നു, 10 കന്യകമാരെ കൈവിളക്ക് എഴുതിയ കന്യകമാരിൽ 5 പേർ ബുദ്ധിയുള്ളവരാണ്, മണവാട്ടി സഭ എന്ന് പഠിപ്പിക്കുന്നവരാണ് ഇന്നത്തെ ആത്മീയ ലോകം. അപ്പം അതുകൊണ്ട് അങ്ങനെ പഠിപ്പിക്കുന്നവരുടെ ഇടയിൽ ഇത് പഠിപ്പിക്കുന്നതിനെ കുറിച്ച് മണവാട്ടിയാന്ന് പറഞ്ഞാൽ എനിക്കത് അതിശയോക്തിയൊന്നുമില്ല. കാരണം അവർ കാണുന്ന എല്ലാം മണവാട്ടിയാന്ന് പഠിപ്പിക്കും. പക്ഷെ അങ്ങനെയല്ല. വചനത്തിന്റെ സത്യത്തിൽ മനസ്സിലാക്കണം. നമ്മൾ 10 കന്യകമാർ ആരാണെന്ന് നമ്മൾ മനസ്സിലാകും. നമ്മൾ കന്യക ആരാണെന്ന് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ കന്യകമാർ ആരാകുന്നു? വെള്ള നിലയ്ക്ക് ധരിച്ച കന്യകമാർ ആരാകുന്നു? ഇവിടെ പറഞ്ഞിരിക്കുന്ന 2-ാമത്തെ നിലവിളക്കിൽപ്പെടുന്നവരെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അവരെ കുറിച്ച് പറയുമ്പോൾ സിംഹാസനത്തിനും കുഞ്ഞാണ്ട് മുമ്പാകെ നിൽക്കുന്ന ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ ദാനമെന്നവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. ആർത്തുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു. ഇവിടെ ആർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിനും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്നു സിംഹാസനത്തിന് മുമ്പിൽ കവിണ് വീണു. അപ്പം ഈ ദൈവത്തിന്റെ ജയാളികളാകുന്ന അഥവാ സഭയുള്ള ബന്ധത്തിൽ അവർ ദൈവത്തെ ആരാധിക്കുന്ന ദൂതന്മാർ വീഴുന്നുണ്ട്. അതുപോലെ ഇവർ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴും ദൂതന്മാർ അവിടെ ചുറ്റും കവിണ് വീഴുകയാണ്. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു സകല ദൂതന്മാരും സിംഹാസനത്തിൻ്റെയും. അപ്പോൾ ഈ പുതിയ നിയമസഭയുടെ രക്തസാക്ഷികളാകുന്ന സ്വർഗാസ്വർഗത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഒരാർത്ത് പാട്ട് പാടുമ്പോൾ ഇവിടെ കഴുത്തറക്കപ്പെട്ടു പോയി ശബ്ദിക്കാൻ പോലും കഴിയാതെ ഈ ലോകത്തുനിന്ന് ജീവൻ വേർപടിഞ്ഞവരാ. ഒന്ന് ദൈവമേ എന്ന് പോലും വിളിക്കാൻ കഴിയാതെ അവരുടെ ശിരസറത്ത് മാറ്റുമ്പോൾ യേശുവേ എന്നൊന്ന് വിളിക്കാൻ പോലും കഴിയാതെ കാലുകൾ പടച്ച് അതേ ശരീരത്തിൽ നിന്ന് തല വേർപെട്ടു പോകുമ്പോൾ ഒന്ന് ശബ്ദിക്കാൻ പോലും കഴിയാതെ കർത്താവിന് വേണ്ടി രക്തസാക്ഷികളാകുന്ന ക്രിസ്തുവിന്റെ സമയത്ത് രക്തസാക്ഷികളാകുന്നവർ അവരുടെ ശബ്ദം ഇവിടെ സാത്താനെ നിന്റെ കിങ്കരന്മാർക്ക് ഇവിടെ ഇല്ലാതാക്കാൻ കഴിയുമായിരിക്കും. എന്നാൽ അവരുടെ ശബ്ദത്തെ നിർത്തുവാൻ നിനക്ക് കഴിയത്തില്ല. അവർ ജയാളികളായി പുനരുത്ഥാന ശരീരത്തോട് വേർപെട്ട ആ തലയും ഉടലും തമ്മിൽ യോജിപ്പിക്കുവാൻ, അവരെ പുനരുത്ഥാനം കൊടുക്കുവാൻ കഴിവുള്ളവൻ ഇന്നും ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ലോകത്തിൽ എന്ത് കഷ്ടം വന്നാലും ഭയപ്പെടേണ്ട ആവശ്യം. അങ്ങനെയല്ലേ രക്തസാക്ഷിയായപ്പോൾ ഇവിടെ തലയറുത്തവരെ കൊന്നെന്നാ പറയുന്നത്. തലയറുത്ത് കൊന്നപ്പോൾ തലയും ഉടലും തമ്മിൽ വേർപിരിച്ചു കളയും. ഒന്ന് ശബ്ദിക്കാൻ പോലും സമയം കിട്ടത്തില്ല. പക്ഷേ
അവരാണ് പുനരുത്ഥാനന്തരം വെള്ള നിലയ്ക്ക് ധരിച്ച് കുരുത്തോല കയ്യിൽ പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന് സ്തോത്രം പറയുന്നവർ. ഇന്ന് ഈ രാത്രി സന്ദേശം പറയുമ്പോൾ നടക്കാൻ പോകുന്ന സംഭവമാണിത്. നടക്കാൻ പോകുന്ന സംഭവമാണ്. ദൈവസഭ എടുക്കപ്പെട്ട ശേഷമായി 3.5 വർഷം കഴിയുമ്പോൾ ഈ ലോകത്തിൽ നടക്കാൻ പോകുന്ന സംഭവമാണ്. ആരെങ്കിലും ആ സമയത്ത് കർത്താവിൻ്റെ വരവിന് ശേഷമായി ഇവിടെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ 3.5 വർഷം ദൈവസഭയോ ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അവർക്ക് പ്രത്യേകമായിരിക്കുന്ന കൃപാവരമുള്ളത് കൊണ്ട് അവരെ ഉപദ്രവിക്കാൻ വരുന്നവരെ, അവരുടെ വായിൽ നിന്ന് തീയും പുകയും പുറപ്പെട്ടവരെ കൊന്നുകളയുന്നുണ്ട്. ഒരെണ്ണം പോലും അടുത്തു വരത്തില്ല. എന്നാൽ ദൈവം വിശുദ്ധന്മാരെ മരണത്തിന് സമ്മതിച്ചുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന, അവരെ ജയിപ്പാനായിട്ട് അനുവദിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഇതൊക്കെ സഭനാരംഭത്തെ കുറിച്ച് പഠിച്ചിരുന്നു. ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അന്തരം ആ സമയത്ത് രക്തസാക്ഷിത്വം ഭരിച്ച് എണ്ണിക്കൂടാത്ത വലിയൊരു പുരുഷാരമാണ് ഇങ്ങനെ നിൽക്കുന്നത്. അവരാരാണെന്നുള്ളത് പറഞ്ഞിരിക്കുന്നതെന്ന് സഭയുടെ ശേഷിപ്പാണെന്നുള്ളത് വ്യക്തമാണ്. സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി എന്ന് പറഞ്ഞാൽ, സകല ജാതികളിൽ എന്ന് പറയുമ്പോൾ സകല ജാതികൾ, സകല നേഷൻസിൽ നിന്നും, എല്ലാ രാജ്യത്തു നിന്നും, എല്ലാ ഗോത്രങ്ങളിൽ നിന്നും, എല്ലാ വംശങ്ങളിൽ നിന്നും, ഭാഷകളിൽ നിന്നും ഉള്ളതായി. ആ മോളിൽ പറഞ്ഞിരിക്കുന്ന ഇസ്രായേൽ ഗോത്രത്തെ 12 ഗോത്രങ്ങളെ കുറിച്ച് പറഞ്ഞു. 144 പറഞ്ഞു. അപ്പൊ അതിനുശേഷമായി സകല ജാതികളും, ഇത് വെളിപ്പാട് പുസ്തകത്തിന്റെ അത് അവതരണ ശൈലിയാണത്. അപ്പോൾ 7-ാം അധ്യായത്തിൽ 1-ാം അധ്യായം 8-ാം വാക്യങ്ങളിൽ ഇസ്രായേലിൽ നിന്നുള്ള 12 ഗോത്രങ്ങൾ 144 വെളിപ്പെടുത്തിയിട്ട് ഈ 9 മുതലുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവസഭയുടെ ജയാളികളാകുന്ന, ദൈവസഭയുടെ രക്തസാക്ഷികളാകുന്നവർ സ്വർഗാസുഖത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന വെളിപ്പെടുത്തി കാണിച്ചിരിക്കുക. അങ്ങനെയാണത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 1-ാമത്തെ പുനരുത്ഥാനം കഴിയുന്നവർ സ്വർഗാസുഖത്തിൽ, ഇങ്ങനെ വെളിപ്പാട് പുസ്തകത്തിന്റെ ഭാഗങ്ങളെ നമ്മൾ ഒന്ന് ശരിയായ രീതിയിൽ ഓർഡർ അനുസരിച്ച് പഠിപ്പിച്ചാൽ വളരെ ഈസിയാണ് പഠിക്കാനായിട്ട്. അതല്ലാതെ 7-ാം അധ്യായം 1 മുതൽ പറഞ്ഞ ശേഷം ഇതിന് ശേഷം സകല ജാതികളും അന്ന് വായിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഈ 144 എവിടെ എണ്ണയിടുമ്പോൾ തന്നെ ഇവിടെ ബാക്കിയുള്ള ഒരു സ്വർഗാസുഖത്തിൽ എത്തിയെന്നാണോ? അല്ല, അങ്ങനെയല്ല. എന്നാൽ ഇതിനോട് കൂടപ്പെടുന്നവരാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടി മർമ്മമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ വെളിപ്പാട് പുസ്തകത്തെ നമ്മളൊന്ന് ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അത് സന്ദർഭത്തോടുള്ള ബന്ധത്തിൽ അത് ക്രമപ്പെടുത്തിയാണ് പഠിപ്പിക്കുന്നത്. എല്ലാം കൂടി എടുത്ത് പഠിപ്പിച്ചില്ല. 14-ാം അധ്യായം മുഴുവൻ പഠിപ്പിക്കാത്തത് എന്താ? അതിൻ്റെ മുഴുവൻ പഠിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, 13-ാമത്തെ വാക്യം വായിച്ചു. അപ്പൊ ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ട് നിർത്തി. അത് പ്രതികാര ദിവസം കഴിഞ്ഞ ശേഷം സേനാ ദിവസം വരെയുള്ള സമയത്ത് ജാതികളാകുന്ന രക്തസാക്ഷി എണ്ണം തികയുന്നവരെയും ഉള്ള സമയത്തെ കുറിച്ചുള്ള മൃതന്മാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ ഇന്ന് മരിച്ചു പോകുന്നതിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. വരാനുള്ള സംഭവമാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ശവസ്കാര ശുശ്രൂഷകളൊക്കെ പറയും, ഇവിടെ അവസാനം പറയും, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന് പറയും. ഞാനിവിടെ മൗനമായിട്ട് ഇത് കേൾക്കും. ഇത് ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യമാണെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാകത്തില്ലേ? വെളിപ്പാട് ദിവസം ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യമാണല്ലോ. അതിൽ നിന്നൊരു വാക്യം എടുത്ത് എങ്ങനെ അവർ പറയും? പിന്നെ അല്ലയോ ദാനിയേലേ, പോയി വിശ്രമിച്ചുകൊള്ളുക, നിന്റെ കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരുമെന്നാണോ അതേ നിയമത്തിൽ ഒരു വിശ്വാസിയെ ശവസ്കാരം ചെയ്യുമ്പോൾ പറയേണ്ടത്? അല്ല, അതല്ല പറയേണ്ടത്. ഇതൊക്കെ പറഞ്ഞു പോകുമ്പോൾ മൗനമായിട്ട് ഞാനത് കേട്ടിട്ട് പോരും. ഇതവിടെ അസ്ഥാനത്താണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാം. പിന്നെ അത് പ്രസംഗത്തിന്റെ ഭോഷത്വത്തെ ദൈവം കണക്കാക്കുന്നില്ല. പക്ഷേ അർത്ഥം മനസ്സിലാക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഈ ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ 14-ാം വാക്യം ഒന്നുകൂടെ പഠിപ്പിക്കാഞ്ഞത്, പിന്നെ ഞാൻ വെളുത്തോരു മേഘവും മേഘത്തിന്മേൽ പരിശുദ്ധ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള പരിവളമായിരിക്കും. ഇതൊക്കെ പഠിപ്പിക്കണമെങ്കിൽ കുഞ്ഞാടിന്റെ കല്യാണം കഴിയണം, കുഞ്ഞാട് രാജാവാകണം. അതിനുശേഷമായി അവൻ മേഘത്തിൽ പ്രതി ആ ഭാഗത്തതിൻ്റെ അതിൻ്റെ ഭാഗത്തെടുക്കും. അതുകൊണ്ടാണ് എടുക്കാതിരിക്കുന്നത്. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ ചില ഭാഗങ്ങൾ വിട്ടിട്ട് പഠിപ്പിക്കുന്നത് ചോദിച്ചാൽ, വിട്ടുകളയാൻ വേണ്ടിയല്ല, അത് അവിടെയല്ല പഠിപ്പിക്കേണ്ടത്. അത് പഠിപ്പിക്കേണ്ട സ്ഥലത്ത് സമയത്ത് പഠിപ്പിക്കും. അതുകൊണ്ടാണ് നമ്മൾ 7-ാം അധ്യായം പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് പിന്നീട് പഠിപ്പിക്കാന്ന് പറഞ്ഞ് വിട്ടത്. അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ പഠിപ്പിക്കുന്നു. 1-ാമത്തെ പുനരുത്ഥാനം കഴിയുമ്പോൾ 2-ാമത്തെ നിലവിളക്കിൽപ്പെടുന്ന സഭയുടെ രക്തസാക്ഷികളാണെന്നുള്ളതിൻ്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സകല നേഷൻസിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും ഉള്ളതായതുകൊണ്ടല്ലേ സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളും വംശങ്ങൾ എന്നുള്ളത് വിലയ്ക്ക് വാങ്ങി ദൈവസഭയാണ്.
യഹൂദന്മാരല്ല. അപ്പോൾ യഹൂദന്മാർ മാത്രമാണ് രക്തസാക്ഷികളാകുന്നത്? അല്ല. ആരുണ്ട്? ദൈവസഭയുടെ ശേഷിപ്പുണ്ട്. ഇനിയും ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ദയവായിട്ട് ചോദിക്കാൻ മറന്നു പോകരുത്. സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ന്യായമായ സംശയമുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾക്കത് ചോദിക്കാനുള്ള അവകാശമുണ്ട്. അതിനെ സംശയം മാറ്റി മുമ്പോട്ട് പോകണമെന്ന് ഓർപ്പിക്കുന്നു. ഇതുവരെയും പഠിച്ച നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ചോദിക്കണം. നാളെ അതിനെക്കുറിച്ച് ക്ലാരിഫൈ ചെയ്തിട്ടേ നാളത്തെ ക്ലാസ്സിന് എടുക്കത്തുള്ളൂ. മനസ്സിലായെങ്കിൽ ഞാനത് വിട്ടുകളയും, ഞാനത് ആവർത്തിക്കത്തില്ല. ആർക്കെങ്കിലും മനസ്സിലാകാതെ പോകുന്നുണ്ടെങ്കിൽ അതിനോട് ചോദിക്കണം. ക്ലാസ് കഴിയുമ്പോൾ ചിലതിനോട് വ്യക്തിപരമായി ചോദിക്കാറുണ്ട്. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ മുമ്പിലത്തെ ദിവസം ക്ലാസ് കഴിഞ്ഞപ്പോൾ സാലി ആൻ്റിനോട് ചോദിച്ചു. അന്ന് ചോദിച്ച ചോദ്യം ഞാൻ പുനരുത്ഥാനത്തെക്കുറിച്ച് ഇച്ചിരി കടന്ന് പറഞ്ഞായിരുന്നു. അന്നേരം ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ കർത്താവ് വരുമ്പോൾ ഉള്ള പുനരുത്ഥാന ബന്ധത്തെ പഠിപ്പിച്ചപ്പോൾ പ്രകാരം പറഞ്ഞു, മധ്യാകാശവരവെങ്കിൽ അന്ന് മരിച്ചുപോയി കല്ലറ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയത്, കല്ലറ വെക്കുക എന്നുള്ളതിന് അർത്ഥം. കല്ലറ എന്നുള്ളത് യഹൂദന്മാരുടെ ഭാഷയിൽ പറഞ്ഞു. അപ്പോൾ അത് മണ്ണിനടി കുഴിച്ചിട്ടാലും കല്ലറ, അത് അങ്ങനെയുള്ള ചിന്ത എടുക്കരുത്. കല്ലറകൾ ശബ്ദമുള്ള കല്ലറകൾ എന്ന് പറഞ്ഞാൽ മരിച്ചടക്കപ്പെടുന്ന അർത്ഥമാണ്. അത് യഹൂദന്റെ ഒരു ഭാഷയാണ്. അന്ന് കർത്താവ് പറഞ്ഞ കാര്യം കല്ലറകൾ എന്നുള്ളത്. കല്ലറകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നു. അവരാരും മണ്ണിൽ കൊണ്ടുപോയി കുഴിച്ചിടത്തില്ല. അത് നമ്മുടെ ഒരു സിസ്റ്റമാണ്. അബ്രഹാമൊക്കെ ഗുഹയ്ക്കകത്ത് കൊണ്ടുപോയി വെച്ച് കല്ലടക്കിയത്. അപ്പോൾ അവർക്കൊരു സിസ്റ്റമുണ്ട്. അതുകൊണ്ടാണ് കല്ലറകൾ. അതുകൊണ്ട് കല്ലറകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് കല്ലറയ്ക്കകത്ത് വെച്ച് പറയാൻ. അതല്ല, മരിച്ചു പോകുന്ന ആരുമാകട്ടെ അവനെ കല്ലറയ്ക്കകത്ത് വെക്കുകയോ മണ്ണിനകത്ത് കുഴിച്ചിടുകയോ തീ കൊണ്ട് ചുട്ടുകളയോ സമുദ്രത്തിൽ എറിഞ്ഞു കളയോ എന്തുമാകട്ടെ, കർത്താവിൻ്റെ സഭയുടെ അംഗമാണെങ്കിൽ അങ്ങനെ മരിച്ചുപോയ വിശുദ്ധന്മാർ പുനരുത്ഥാനം പ്രാപിക്കും. അതേ നിലവാരത്തിലുള്ളവർ എന്ത് ചെയ്യുന്നു? രൂപാന്തരം. അപ്പം പുനരുത്ഥാനവും രൂപാന്തരവും ഒരിക്കൽ മാത്രമേ നടക്കുകയുള്ളൂ. അത് മധ്യാകാശ പ്രത്യക്ഷത്തിലാണ്. പിന്നീട് രണ്ട് സാക്ഷിയുടെ പുനരുത്ഥാനത്തിൽ ഞാൻ ഇപ്രകാരം പറഞ്ഞു. അത് ഇച്ചിരി കോംപ്ലിക്കേഷൻ ആണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. എങ്കിലും ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. എന്നോട് ചോദിച്ചു, ഞാൻ ഒന്ന് ക്ലിയർ ചെയ്തിരുന്നു. പക്ഷെ എല്ലാവർക്കും സംശയം ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുനരുത്ഥാനവും ജീവനോടിരിക്കുന്ന രൂപാന്തരം നടക്കുന്നത് ഒരൊറ്റ സന്ദർഭത്തിലാണ്. അത് എപ്പോഴാണ്? മധ്യാകാശ പ്രത്യക്ഷത്തിൽ കർത്താവ് വരുമ്പോഴാണ്, മണവാട്ടിയെ സഭയിൽ ചേർക്കുമ്പോഴാണ്. രണ്ട് സാക്ഷിയുടെ ബന്ധത്തിൽ ഒന്നാം സ്വർഗത്തിലുള്ളവരും രണ്ടാം സ്വർഗത്തിലുള്ള പുനരുത്ഥാനം പ്രാപിക്കുന്ന ബന്ധത്തിൽ മരിച്ചുപോയവർ അവരുടെ ആത്മാക്കളാണല്ലോ ഒന്നാം സ്വർഗത്തിൽ രണ്ടാം സ്വർഗത്തിലുള്ളവർ. എന്നാൽ അവരുടെ ശരീരം ശവസ്കാരം ചെയ്തവരാണ്. എന്നാൽ അന്ന് രക്തസാക്ഷികളായി വീണ് കിടക്കുന്ന രക്തസാക്ഷികളുണ്ട്. പുതിയ നിയമത്തിൻ്റെയും പഴയ നിയമത്തിൻ്റെയും രക്തസാക്ഷികളുണ്ട്. അന്ന് എതിർക്രിസ്തു പ്രത്യക്ഷങ്ങൾ കൊന്നുകളയുന്നവരാണ്. അത് ആരംഭം പിടിക്കുക. അവരുടെ ശരീരം കല്ലറയ്ക്കകത്ത് വെക്കത്തില്ല 3.5 വർഷം. അപ്പോൾ ഇവിടെ കല്ലറയിൽ വെച്ചവർ എന്ന് പറഞ്ഞാൽ മരിച്ച് ശവസ്കാരം ചെയ്ത ഒരു കൂട്ടർ, അവിടെ ആത്മാക്കളുണ്ട്. ഇവിടെ കിടക്കുന്നവരുടെ ആത്മാക്കളും ഒന്നാം സ്വർഗത്തിനും ഒരു രണ്ടാം സ്വർഗത്തിൽ എത്തിയിട്ടുമുണ്ട്. പക്ഷെ ഇവിടെ ശരീരം, ഡെഡ് ബോഡി എല്ലാ ഡെഡ് ബോഡിയും എന്ത് ചെയ്തില്ല? ഭൂമിക്കുള്ളിലേക്ക് മറയപ്പെട്ടില്ല. കാരണം ഏത് ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് കൊന്നുകളയുന്ന അവരെ കല്ലറയെ വെക്കാൻ സമ്മതിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അവർ ശവശരീരം 3 ദിവസം കിടക്കും. ആ ഒരു ബന്ധത്തെ പഠിക്കുമ്പോൾ രണ്ട് സാക്ഷിയുടെ പുനരുത്ഥാനത്തിൽ ഭൂമിക്ക് ഉള്ളിലേക്ക് പോയി, അഥവാ ശവസ്കാരം ചെയ്യപ്പെട്ടവരുണ്ട്. അതല്ലാതെ ശവസ്കാരം ചെയ്യാതെ ഭൂമിയിൽ ഇട്ട് കളയുന്ന ശരീരങ്ങളുണ്ട്. ഇവര് പുനരുത്ഥാനം പ്രാപിച്ചാണ് ഉയരത്തിലേക്ക് പോകുന്നത്. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ സകല മനുഷ്യരും എന്ന് പറഞ്ഞാൽ അന്ന് രക്തസാക്ഷികളാകുന്നവർ, സകല മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം അന്ന് രക്തസാക്ഷികളാകുന്നവർ ഭൂമിക്കുള്ളിലേക്ക് പോകുന്നു. ഭൂമിയാണ് അവരെ പ്രസവിക്കുന്നത്. യാഗപീഠത്തിന് കീഴിലാണ് അവരെ ഭൂമി പ്രസവിക്കുന്നത്. അത് ജീവനോടിരിക്കുന്ന ഒരൊറ്റ മനുഷ്യൻ പോലും രൂപാന്തരം പ്രാപിക്കത്തില്ല. അവരുടെ ആരുടെയും ബോഡി അടക്കപ്പെടാതിരിക്കുന്നില്ല. എല്ലാ ബോഡിയും അടക്കപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഇത് ക്രിസ്തുവിൻ്റെ സമയത്ത് 3 വർഷം കഴിയുമ്പോൾ 3.5 ദിവസം വരെ ഇടാൻ പറ്റും. 3.5 വർഷം മരിക്കുന്നവരെല്ലാം ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പം അവരെ ശവടക്കുന്നതിൻ്റെ അർത്ഥം. അപ്പം ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ കല്ലറകളിൽ എന്ന് പറഞ്ഞാൽ മരിച്ചടക്കപ്പെട്ടവരാണ്. ഇപ്പോൾ പുനരുത്ഥാനം അവർ പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞു പോയത് ചില സംശയങ്ങളൊക്കെ വരികയാണെങ്കിൽ ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നലെ പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ സൂസൻ ആൻറ്റി എന്നെ വിളിച്ചിരുന്നു. എന്നോട് ചോദിച്ചു, നപ്താലി ഗോത്രം ആണോ എന്നുള്ളത് അവസാനം എന്നുള്ളത്. അപ്പം പാളയത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ടാണ് നപ്താലി ഗോത്രം. നപ്താലി ഗോത്രം എന്ന് പറയുമ്പോൾ അത് നപ്താലി ഗോത്രത്തെക്കുറിച്ചല്ല പറയുന്നത്, ദാൻ പാളയത്തെക്കുറിച്ചാണ്. ദാൻ പാളയത്തിലെ 3 ഇപ്പം പാളയം പുറപ്പെടുമ്പോൾ ആദ്യം യഹൂദ പാളയം, അങ്ങനെ ആദ്യം പുറപ്പെടുന്നത് കിഴക്കുള്ളവർ, അതിനുശേഷം തെക്കുള്ളവർ, പിന്നീട് പടിഞ്ഞാറുള്ളവർ,
വടക്കുള്ളവർ, അങ്ങനെയാണ് പ്രയാണം ചെയ്യുന്നത്. കിഴക്കുള്ളവരാണ് യഹൂദ ഗോത്രം. അതിൻ്റെ കൊടിക്കീഴിൽ 3 ഗോത്രങ്ങൾ കൂടി അവരോട് കൂടി. അപ്പോൾ അങ്ങനെ ഒരു പാളയത്തിൽ 3 ഗോത്രങ്ങളാണ്. അങ്ങനെ 12 ഗോത്രങ്ങളെ 4 പാളയമായിട്ട് വിന്യസിപ്പിച്ചിരിക്കുന്നു. അതാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ പാളയം യഹൂദ ഗോത്രത്തിൻ്റെ പാളയമാണ്. അതിനകത്ത് മുമ്പിൽ നിൽക്കുന്നത് യഹൂദ ഗോത്രമാണ്. ഏറ്റവും അവസാനം വരുന്നത് ദാൻ ഗോത്രത്തിൻ്റെ പാളയമാണ്. ദാൻ ഗോത്രത്തിൻ്റെ അവസാനമായിട്ടുള്ള പാളയത്തിൻ്റെ അവസാന ഗോത്രം നഫ്താലിയാണ്. അങ്ങനെ സംശയങ്ങളുള്ളതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. എപ്പം വേണം ചോദിക്കാം. കാരണം സംശയമായിട്ട് ആരും കിടന്നുറങ്ങരുത്, സംശയം കൊണ്ട് നടക്കരുത്. പഠിക്കുന്നിടത്ത് എന്തെങ്കിലും വ്യത്യസ്തം ആർക്കെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ചോദിക്കണം. അതിനുള്ള സാവകാശം ഉണ്ടാക്കുന്നതായിരിക്കും. ഇനി ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ അതിനും എളിയവൻ തയ്യാറാണ്. എങ്ങനെയെങ്കിലും ഈ വചനം നമ്മുടെ അകത്തേക്കൊന്ന് വീഴണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് വചന പഠനത്തിലേക്ക് മുൻപോട്ട് പോകാം. ക്രിസ്തുമസിൽ കുഞ്ഞാടിന് മുമ്പ് ഇതൊക്കെ ഒരുപാട് കോൺട്രവേഴ്സി ഉള്ളതുകൊണ്ടും അംഗീകരിക്കാൻ പലർക്കും വിമുഖത ഉള്ളത് കൊണ്ടുമാണ് ഞാൻ ഈ കൂടെ ഇങ്ങനെ ഈ ക്ലാസ്സിൽ പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയത്തില്ലായിരുന്നു. കാരണം ഇതിനകത്ത് എനിക്കറിയാം പലരും വിമുഖത കാണിക്കും, പലരും മാറിപ്പോകും. ഇത് കേൾക്കാൻ പറ്റത്തില്ലെന്ന് പലരും മാറിപ്പോയിട്ടുണ്ട്. പല ക്ലാസ്സുകളിൽ നിന്നും പലരും മാറിപ്പോയിട്ടുണ്ട്. എനിക്കറിയാം. ഒറ്റ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ മാറിപ്പോയവരുണ്ട്. ഞങ്ങൾക്കിത് കേൾക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു പോയവരുണ്ട്. അത് പോകുന്നൊരു പോട്ടെ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ വിമുഖത കാട്ടി നിങ്ങൾ മാറിപ്പോകരുത്. നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ചോദിച്ചാൽ അത് മനസ്സിലാക്കി തരാം, വെളിപ്പെടുത്തി തരാം. ഒരു കാര്യം പോലും വെളിപ്പെടുത്താൻ കഴിയാത്ത കാര്യം പഠിപ്പിക്കത്തില്ല. അത് പഠിപ്പിക്കുമ്പോൾ അതിന് തക്കതായിട്ടുള്ള തെളിവുകൾ നിരത്തിയാണ് ദൈവകൃപയാൽ ഇന്നവരെ എഴുതിയിട്ടുള്ളത്, പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ക്ലാസ്സും അങ്ങനെ തന്നെയാണ്. 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഭാഗം 2ാമത്തെ നിലവിളക്കിൽപ്പെടുന്ന രക്തസാക്ഷികളുടെ ബന്ധത്തിലുള്ളവരാണെന്നുള്ളത് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ ഞാൻ ഈ ഭാഗം വേഗത്തിൽ വായിച്ചെന്ന് രാത്രി അവസാനിപ്പിക്കാം. അപ്പോൾ ഇവർ ആർത്തുകൊണ്ടിരുന്ന സകല ദൂതന്മാരും അവർ നമസ്കരിച്ചു, ദൈവത്തെ നമസ്കരിച്ചു. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ള നിലയെങ്കിൽ ധരിച്ചിരിക്കുന്ന ഇവർ ആർ, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. വെള്ള നിലയെങ്കിൽ ധരിച്ചിരിക്കുന്ന ഇവർ ആർ, എവിടെ നിന്ന് വന്നു എന്ന് ഒരാൾ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ചോദ്യം അവിടെ ചോദിക്കുമ്പോൾ ഇതിനെ യെശയ്യാവിന്റെ പ്രവചനത്തോടുള്ള ബന്ധത്തിൽ ചിലർ അതായത് അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അബ്രഹാം അല്ല 24 മൂപ്പന്മാരിലുള്ളതെന്നുള്ളത് നമുക്കറിയാം. മൂപ്പന്മാരിൽ ഒരുവനാണ് ചോദിക്കുന്നത്, ഇവർ ആരാകുന്നത്? യജമാൻ അറിയുമല്ലോ എന്ന് യോഹന്നാൻ മറുപടി പറയുമ്പോൾ മൂപ്പന്മാരിൽ ഒരുവൻ തന്നെയാണ് ഉത്തരവും പറയുന്നത്, മറ്റാരുമല്ല പറയുന്നത്. പഴയ വിശുദ്ധന്മാരിൽ അബ്രഹാം ഉൾപ്പെടെ മറ്റാർക്കും തന്നെ സ്വർഗീയ സിംഹാസനം ഇരിപ്പാനുള്ള യോഗ്യത ലഭിക്കുന്നില്ല. അതേക്കുറിച്ച് നമുക്കറിയാം. അതിൽ നിന്ന് അബ്രഹാം അല്ല ഈ ചോദ്യവും ഉത്തരവും പറയുന്നുള്ളത് വ്യക്തം. അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല, ഇസ്രായേലെ ഞങ്ങളെ തിരിയുന്നതുമില്ല. യെശയ്യാവ് 16 പഴയ. അത് ഭൂമിയിലെ സംഭവമാണ്. അപ്പം അബ്രഹാമിന് ഞങ്ങളെ അറിയുന്നില്ല, ഇസ്രായേലിന് ഞങ്ങളെ തിരിയുന്നതുമില്ല. ഇസ്രായേലിന് ഇവിടെ വെച്ച് നമ്മളെ അറിയത്തില്ല. യേശു സാക്ഷിക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ ടൂറിസത്തിന് വേണ്ടി മാത്രം യേശു ജനിച്ച സ്ഥലവും കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഒക്കെ അവർ കാണിക്കുള്ളത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് അവരാരും യേശു ജനിച്ചെന്നോ യേശു അല്ലെങ്കിൽ മരിച്ചടക്കോടെ ഉയർന്ന് അവർ വിശ്വസിക്കത്തില്ല. അവരിതിനെ അംഗീകരിക്കുന്നത് നിങ്ങൾ വന്ന് കണ്ടോ വയ്ക്കോ, ഞങ്ങൾക്കിനത് വിശ്വാസമൊന്നുമില്ല. അന്നുള്ള രീതി അവർ തുറക്കപ്പെട്ടിരിക്കുന്നത്. ലോകത്തിൽ പലരും യേശുവിനെ അംഗീകരിക്കുന്നുണ്ട്. അതൊക്കെ അവർ അംഗീകരിക്കുന്ന കാര്യം ഇതെല്ലാം സത്യമാണെന്ന് അവർ വിശ്വസിച്ചുകൊണ്ട് അംഗീകരിക്കുന്നതല്ല. അവർക്ക് നിങ്ങൾ വിശ്വസിച്ചു എന്ന രീതിയിൽ അവർ അംഗീകരിച്ചു കൊടുക്കുന്ന. പക്ഷെ നമ്മളങ്ങനെയല്ല. അപ്പം ഇവിടെ അങ്ങനെയുള്ളൊരു ഭൂമിയിലെ കാര്യം. സ്വർഗ്ഗത്തിൽ അങ്ങനെ സംശയം വരേണ്ട ആവശ്യമില്ലല്ലോ. ഇതാരാകുന്നു? അത് എന്നോട് ഇവ മഹാകാശത്ത് വന്നവരാകുന്നു എന്നാണ് മൂപ്പൻ യോഹന്നാൻ കൊടുക്കുന്ന 1-ാമത്തെ മറുപടി. നമ്മളിവിടെ ഈ യോഹന്നാൻ ആത്മവിശ്വസിൽ കാണുമ്പോൾ മൂപ്പന്മാരിൽ അവനുണ്ടോ എന്നുള്ളത് അവിടെ വെളിപ്പെടുത്തുന്നില്ല. ഇവളിങ്ങനെ മൂപ്പന്മാർ നിൽക്കുന്നു, തേജസ്സുള്ള മൂപ്പന്മാരെ ഇവൻ കാണുന്നുണ്ട്. അല്ലാതെ ഇവൻ ആരാണെന്നോ ഇവരാരാണെന്നോ അറിയത്തില്ല. ഒരാൾ ചോദിക്കുകയാണ്, വെള്ള നിലയെങ്കിൽ ദൈവത്തെ നമസ്കരിച്ച് മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ള നിലയെങ്കിൽ ധരിച്ചിരിക്കുന്ന ഇവർ ആർ, എവിടെ നിന്ന് എന്ന് ചോദിച്ചു. യജമാൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. ഇവരാരാകുന്നു എന്ന് ചോദിക്കുക. ഇത് യഹൂദന്മാരുള്ള ബന്ധത്തിലുള്ള അപ്പോസ്തലന്മാർക്ക് അവരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് ഈ ചോദ്യം ചോദിക്കാൻ അവിടെ നിൽക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് ആകുന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും എൻ്റെ ചെറിയൊരു പഠനത്തിൽ നിന്നും ചിന്തയിൽ നിന്നും എനിക്ക് ഉളവായത്. കാരണം
ജാതികളുടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അവൻ ആണ് ഈ ചോദ്യം ചോദിക്കുന്നത്, വെളിപ്പെടുത്തുകയാണ്. ജാതികളുടെ അപ്പോസ്തലൻ, അവൻ ഇസ്രായേൽ വേണ്ടി വളരെ വീറോടെ നിന്നവനാണ്. പക്ഷേ അവസാനം ദൈവം അവനെ ഉപയോഗിച്ച് യാതൊരു ഇടയില്ല. അപ്പോൾ അവൻ അപ്പോസ്തലന്മാരിൽ 24 മൂപ്പന്മാരിൽ ഉൾപ്പെടുന്നവനാണ്. അപ്പോൾ അവൻ 24 മൂപ്പന്മാരിൽ ജാതികളോടുള്ള ബന്ധത്തിൽ ഒന്നാമനാണ് അപ്പോസ്തലനായ പൗലോസ്. അപ്പം അതുകൊണ്ടാണ് പൗലോസ് ആയിരിക്കണം മൂപ്പന്മാരിൽ. ഞാൻ ആയിരിക്കണമെന്നാണ് പറയുന്നത്, തർപ്പിച്ച് പറയുന്നില്ല. അതിനെ തെളിയിക്കാൻ വചനങ്ങളില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ എന്നാൽ അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ പറയും. അബ്രഹാമാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ടല്ലോ, അതിനുള്ള തെളിവൊന്നും ഇല്ലാത്തില്ലോ, ഒറ്റ വാക്യതേ ഉള്ളൂ, അത് ഭൂമിയിലൊക്കെ സംഭവമാണെന്നുള്ള അറിയാം. അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല, ഇസ്രായേൽ ഞങ്ങളെ തിരിയുന്നതുമില്ല എന്ന് പറയുന്നത് ക്രിസ്തുയേശുവിന്റെ സാക്ഷികളെ കുറിച്ചുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഭൂമിയിൽ നടക്കുന്ന സംഭവമാണ്. ഇസ്രായേലിന് അവിടെ പോയിട്ട് തന്നെ തിരിയാന്, അവിടെ സ്വർഗത്തിൽ പോയിട്ടാണ് ഇസ്രായേൽ നമ്മളെ തിരിച്ചറിയുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് തിരിയുന്നില്ല, അവിടെ പോയിട്ടാണ് മനസ്സിലായി കൊടുക്കുന്നത്. അങ്ങനെയല്ലല്ലോ, അതല്ല. പക്ഷെ ഇവിടെ ഈ രക്തസാക്ഷികളായിട്ടുള്ളവർ ഉണ്ടെന്നുള്ളത് വെളിപ്പെടുത്താൻ വേണ്ടി ഇസ്രായേലിനുള്ള 144,000 അല്ല, സകല ജാതികളും ഉള്ളവരുണ്ട് എന്നുള്ളത് വ്യക്തമാക്കാൻ വേണ്ടി ഇത് മൂപ്പന്മാരിൽ ഒരുവനാണ്. അതിനകത്ത് ഇന്നയാളെന്നുള്ളത് പറഞ്ഞ് ഇനി കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട, ഒരാളെന്നൊക്കെ പറഞ്ഞാൽ മതി. അപ്പം അതിനകത്ത് ഞാൻ പറഞ്ഞു അപ്പോസ്തലനായ പൗലോസ് ആയിരിക്കാം ആ ചോദ്യം ചോദിക്കുന്നത്. കാരണം ജാതികളോടുള്ള ബന്ധത്തിൽ ലോകം ചുറ്റി നടന്ന് ഏറ്റവും അധികം സുവിശേഷം അറിയിച്ചത് ജാതികളെ വിശ്വാസ പ്രമാണത്തിലേക്ക് കൊണ്ടുവന്നത് അപ്പോസ്തലനായ പൗലോസ് ആയതുകൊണ്ട് അവനാണ് ആ ചോദ്യം ചോദിക്കാൻ അവിടെ ഉണ്ടായത്. അവനാണ് ഉത്തരം പറയാനും അവനാണ് അതിന് യോഗ്യൻ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പ്രകാരം അങ്ങനെ പറഞ്ഞത്. വെള്ളനിലയിൽ ഇവർ ആരെന്ന് എവിടെ നിന്ന് ചോദിച്ചതിന് യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനം മുമ്പിൽ ഇരുന്ന് അവൻ്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനം ഇരിക്കുന്ന അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. അത് സംഭവിക്കാനുള്ള കാര്യമാണ്. അവസാനമാണ് കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്നത്. ദൈവത്തിന്റെ രാപ്പകലിരുന്ന് ആരാധിക്കുന്ന കൂട്ടത്തിൽപ്പെടുന്നവരാണ്. ഇപ്പം മഹാകഷ്ടത്തിൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം രക്തസാക്ഷികളായി തീർന്ന് തങ്ങളുടെ അങ്കി, തങ്ങളുടെ ജീവിതം കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകി വെളുപ്പിച്ചിട്ടാണ് ഇവർ കുരുത്തോല പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരുടെ അങ്കി കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് കഴുകൽ പ്രാപിച്ച് അവർ അവിടെ വന്നിരിക്കുന്ന മഹാകഷ്ടത്തിൽ വന്നവരാകുന്നു. അതിൻ്റെ അർത്ഥം സഭ മഹാകഷ്ടത്തിലൂടെ ഇത് ക്രിസ്തുവിന്റെ ഭരണത്തിലൂടെ കടന്നു പോകത്തില്ല. എന്നാൽ കുരുത്തോലുള്ള എന്തെന്ന ഈ എണ്ണിക്കൂടാത്ത വലിയൊരു പുരുഷാരം വെള്ളനിലയെങ്കിൽ ധരിച്ച് നിൽക്കുന്നത് കന്യകമാട് ഗണത്തിൽപ്പെടുന്നവരാണ്. അവർക്കാണ് വെള്ളനിലയെങ്കിൽ ലഭിക്കുന്നത്. രക്തസാക്ഷിത്വം വഹിക്കുന്നവരാണെന്നുള്ളത് വെളിപ്പാട് 5-ാം അധ്യായം 6-ാം അധ്യായം അതിന്റെ 5-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഇവരെ വെളിപ്പെടുത്തുമ്പോൾ വെള്ളനിലയെങ്കിൽ ലഭിക്കുന്നത് രക്തസാക്ഷിയുള്ള ആകുന്നുള്ളതും അവിടെ എണ്ണം തികഞ്ഞെന്നുള്ളതും അവിടെ പുനരുത്ഥാനം സേനാ ദിവസത്തിന്റെ പ്രാരംഭ ദിവസം 1-ാമത്തെ പുനരുത്ഥാനം പ്രാപിച്ച് സ്വർഗാസുഖത്ത് എണ്ണിക്കൂടാത്ത വലിയ വിശാലമായി നിൽക്കുന്നതിനെ കുറിച്ചുമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. അപ്പോൾ സ്വർഗീയ ദൈവത്തിന്റെ ആലയത്തിൽ സിംഹാസനമായിരുന്ന ആരാധിക്കുന്ന കൂട്ടത്തിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഇവർ അവിടേക്ക് എത്തുന്നതിന് മുമ്പായി മർമ്മമായ ഒരു കാര്യം ഈ 15-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരുന്നു. ഇതിന് ശേഷം 5-ാം വാക്യം ഞാൻ പറഞ്ഞിരുന്നതിൽ ഒരു മർമ്മമുണ്ട്, എന്താണ് വെളിപ്പെടുത്താമെന്നുള്ളത്. ഇതിന് ശേഷം സ്വർഗത്തിലെ സാക്ഷ്യകൂടാരമായ ദൈവാലയം തുറന്നത് ഞാൻ കണ്ടു. 7 ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായുള്ള ക്ഷണവസ്ത്രം ധരിച്ചും മാറത്ത് പൊൻകച്ച കെട്ടിയും കൊണ്ട് ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. അപ്പോൾ 4 ജീവികൾ ഒന്ന് എന്നേക്ക് ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർ കൊടുത്തു. ദൈവത്തിന്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദൈവാലയം പുക കൊണ്ട് നിറഞ്ഞു. 7 ദൂതന്മാരുടെ ബാധ 7 കഴിയുവോളം ദൈവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ ദൈവത്തിന്റെ ആലയത്തിൽ പ്രവേശിക്കപ്പെട്ടവരുണ്ടായിരുന്നു. ഇനി അവിടേക്ക് പ്രവേശിക്കപ്പെടാൻ ഉള്ളവരുണ്ട്. പക്ഷേ ഈ 7 ക്രോധകലശം അതിന്റെ ബാധ 7 കഴിയാതെ ഇനി ഒരു പുനരുത്ഥാനമില്ല, അല്ലെങ്കിൽ അവിടേക്ക് പ്രവേശിക്കത്തില്ല. അത് സംഭവിക്കണമെങ്കിൽ, അഥവാ 1-ാമത്തെ പുനരുത്ഥാനം സംഭവിക്കണമെങ്കിൽ 7 ക്രോധകലശം അത് ഒഴിച്ച് കഴിഞ്ഞ ബാധ 7 നിറവേറപ്പെട്ട ശേഷം 16-ാം അധ്യായം കഴിഞ്ഞ ശേഷം ഈ
പറയുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മർമ്മം മകതിയം ബാബിലോണിന്റെ ന്യായവിധി കഴിഞ്ഞ ശേഷം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആലയത്തിൽ ആർക്കും പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് പോയവർ ദൈവത്തെ അവിടെ ആരാധിക്കുന്നുണ്ട്. അവരുടെ അടുത്തേക്കാണ് ഈ കുഞ്ഞാടാൻ ദൈവം ഇവരെ നയിക്കുന്നത്. അപ്പോൾ രണ്ട് സാക്ഷിയുടെ പുനരുത്ഥാനത്തിൽ ഒന്നാം നിലവിളക്കിൽപ്പെടുന്നവരും ഒന്നാമത്തെ ഒലിവുമരത്തിലുള്ളവരും കുഞ്ഞാടിന്റെ മുമ്പാകെ സിംഹാസനത്തിൽ നിന്ന് രാപ്പകൽ ആരാധിക്കുന്നവരാണ്. അവരുടെ കൂട്ടത്തിലേക്കാണ് ഇവരെ കുഞ്ഞാട് നടത്തുന്നത് എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് വായിച്ച് ഞാനിവിടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. 7-ാം അധ്യായം 15-ാം വാക്യത്തിൽ അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിലിരുന്ന് അവന്റെ ആലയത്തിന്റെ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനിരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല, വെയിലും യാതൊരു ചൂടും അവിടെ മേൽ തട്ടുകയുമില്ല. ഇന്ന് രാത്രിയിൽ അത് ഒരുപാട് കഷ്ടപ്പെട്ട് മഹാകഷ്ടതയിൽ ചൂടും വെയിലും ഒക്കെ സഹിച്ച് അവർ ഓടി നടന്നവരാണ്. കർത്താവിന് വേണ്ടി സാക്ഷി നിന്നവരാണ്. അവസാനമായി തലയറക്കപ്പെട്ടു, ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. മഹാകഷ്ടതയിൽ തങ്ങളുടെ അങ്കി വെള്ള അങ്കി അലക്കി വെളുപ്പിച്ച് വെള്ള നിലയങ്കിയാക്കി അവരുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരുവാൻ ഇടയാത്തുന്നു. അവിടെ പറയുന്ന അവരുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരുന്നു. അവരുടെ പ്രവൃത്തികൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ആ രക്തത്തെ അവരെ ജീവൻ സമർപ്പിച്ചുകൊണ്ട് അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരത്തക്കവണ്ണം വിശുദ്ധന്മാരായി രക്തസാക്ഷികൾപ്പെടുന്നവർ എത്തിച്ചേരുന്നു. അപ്പോൾ അവരെ ഇരിക്കുന്ന അവരുടെ സ്ഥാനം സ്വർഗസിംഹാസനമല്ല, അവരുടെ സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ആലയത്തിന്, സ്വർഗീയ ആലയത്തിന് മുമ്പാകെ അവർ ഇരുന്ന് രാപ്പകൽ അവനെ ആരാധിക്കുന്നു. അപ്പോൾ ഇതിനു മുമ്പ് പോയ അബ്രഹാം സംഗീതക്കാരായിട്ടുള്ളവരും കൂടെ വസിക്കാനായിട്ടുള്ള സബുലൂൻ, കൂടെ വസിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ തിമോഥെയോസ് ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, മരിച്ചു ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവനോടുകൂടെ വസിക്കും, മരിക്കുന്നുവെങ്കിൽ അവനോട് വസിക്കും. സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണെങ്കിൽ അവനോടുകൂടെ വസിക്കും. അവര് ഒന്നാമത്തെ നിലവിളക്കും ഒന്നാമത്തെ ഒലിമരവും സംഗീതക്കാരും സെബുലൂൻ കൂട്ടത്തിലുള്ളവര് പുനരുത്ഥാനന്തരം അവരെ ഇരിക്കുന്നത് സ്വർഗീയ സിംഹാസനത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ ആലയത്തിലായിരിക്കും. എന്നാൽ മണവാട്ടി സഭ സ്വർഗീയ സിംഹാസനിപ്പാനുള്ളവർ 24 മൂപ്പന്മാരും 4 ജീവികളും അതിനെ പ്രദാനം ചെയ്യുന്നു. 2 സാക്ഷ്യ പുനരുത്ഥാനം നടന്ന് അവര് സ്വർഗീയ സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. എന്നാൽ അവിടേക്ക് പിന്നീട് ആൾക്കാരെ പ്രവേശിപ്പിക്കണമെങ്കിൽ 7 ബാധയുള്ള 7 ക്രോധകലശം നിവൃത്തിയിരിക്കപ്പെട്ട ശേഷമേ നടക്കുകയുള്ളൂ. ഒന്നാമത്തെ പുനരുത്ഥാനമാണ്. അപ്പോൾ അവരും പുനരുത്ഥാനം പ്രാപിച്ചു കഴിയുമ്പോൾ കുഞ്ഞാട് അവരെ ഈ ആദ്യം എത്തിയ ഒന്നാമത്തെ നിലവിളക്കിനോട് ചേരാനുള്ളവരും രണ്ടാമത്തെ നിലവിളക്കുള്ളവരും അതുപോലെ ഒന്നാമത്തെ ഒലിവുമരത്തിലുള്ളവരും രണ്ടാമത്തെ ഒലിവുമരത്തിലുള്ളവരും എത്തിച്ചേർന്നു. സ്വർഗാസുഖത്തിൽ എത്തിച്ചേരാനുള്ള സകല വിശുദ്ധന്മാരോട് എത്തിച്ചേർന്നു. തുടർന്ന് നമ്മൾ ദൈവം ചിന്തിക്കുന്നത് സ്വർഗാസുഖത്തിൽ നടക്കുന്ന സംയുക്ത ആരാധനയെക്കുറിച്ചാണ്. കുഞ്ഞാടിന്റെ കല്യാണം നടക്കുന്നതിന് മുമ്പായി യേശു കർത്താവ് യേശുവിനെ രാജാവായിട്ട് വാഴിച്ചതിന് ശേഷമാണ് മഹാരാജാവിന്റെ കല്യാണം നടക്കുന്നത്. സേനാ ദിവസം നടക്കുന്ന പ്രാരംഭ സംഭവം രാത്രിയിൽ നാം മനസ്സിലാക്കിയത് ഒന്നാമത്തെ പുനരുത്ഥാനമാണ്. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ രക്തസാക്ഷികളായിട്ടുള്ള തലയർക്കപ്പെടുന്ന ഒന്നാമത്തെ പുനരുത്ഥാനം നമ്മൾ 20-ാം അധ്യായത്തിൽ ബന്ധത്തിൽ പഠിച്ചിരുന്നു. അത് 2 കൂട്ടരുണ്ടെന്ന് മനസ്സിലായി. ഒന്ന് വെള്ളം നിലയെങ്കിൽ ധരിച്ച് കുരുത്തോർ കയ്യിൽ പിടിക്കുന്നവർ, മറ്റൊരു കൂട്ടരാണ് വീണകൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇവർ 2 കൂട്ടരും സ്വർഗാസുഖത്തിൽ ദൈവത്തിന്റെ ആലയത്തിൽ അവന് മുമ്പാകിരുന്ന് ആരാധിക്കാനുള്ളവരാണ്. രാത്രിയിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ വിശുദ്ധന്മാർ എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളെ ഒന്നും കൂടി ആവർത്തിക്കുന്നതായിരിക്കും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ദിവസങ്ങളിൽ കഥ നമ്മെ സഹായിക്കട്ടെ. ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് വചനത്തിന് മാറ്റമില്ലാത്തതാണ്. ദൈവനം അതതിൻ്റെ സമയത്ത് നിവൃത്തിയാകും. അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത് അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. അതേ ലോകത്തിൽ വന്ന് ഭംഗിയായി ചെയ്തവൻ ഇനിയും സംഭവിപ്പാടതെല്ലാം അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യും. അതുകൊണ്ട് അവൻ്റെ പ്രവൃത്തിയിൽ ഏറ്റവും ഭംഗിയായി ചെയ്യാൻ പോകുന്നത് അവൻ്റെ മണവാട്ടിയെ ഒരുക്കിയെടുക്കുന്ന ദൗത്യം പരിശുദ്ധാത്മാവിൽ പൂർത്തീകരിക്കപ്പെടുന്ന ആ ദൗത്യത്തിൽ ക്രിസ്തുവിനെ നമ്മുടെ ജീവനെ അവഗണിച്ചുകൊണ്ട് നമ്മുടെ പ്രാണനെ നാം വിലയേറിയതായിട്ട് എണ്ണാതെ, പൗലോസ് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. രാത്രിയിൽ അങ്ങനെ ഒരു തീരുമാനത്തോട് എത്ര പേർക്ക് സമർപ്പിക്കാൻ കഴിയും? എല്ലാ കണ്ണുകളും ദൈവത്തെ അടയപ്പെട്ടാട്ടെ, ദൈവത്തിൻ്റെ പാതപടി അടുത്ത് വന്നാട്ടെ. കർത്താവെ, അങ്ങേ അക്ഷയമായി സ്നേഹിപ്പാൻ എൻ്റെ പ്രാണനേക്കാൾ ഉപരിയായി, എല്ലാറ്റേക്കാൾ ഉപരിയായി ഞാൻ ജീവിക്കുന്നെങ്കിൽ എൻ്റെ അവസാന ശ്വാസം വരെ യേശുവിനുള്ളതാണ്, എൻ്റെ പ്രാണപ്രിയനുള്ളതാണ് എന്നുള്ള ആ വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുക്കാം. ജയാളികളായി ജീവിക്കാം.
അവൻ്റെ മധ്യാകാശവരവെങ്കിൽ നാം ഉയർത്തപ്പെട്ട് സിംഹാസനിരിക്കുന്ന ആ വലിയ സ്വർഗീയ പദവിയിലേക്ക് നാം ഉയർത്തപ്പെടണം. അതിനുള്ള കാര്യങ്ങളെ മനസ്സിലാക്കി, നമുക്ക് ലഭിക്കാൻ പോകുന്നതിനെ മനസ്സിലാക്കി ഒരു സിംഹം അവൻ്റെ ലക്ഷ്യത്തിലേക്ക് കൃത്യതയോടുകൂടി അത് താൻ എത്ര പരാജയപ്പെട്ടാലും അവനത് വിട്ടുകളയാതെ അത് പ്രാപിക്കാൻ വേണ്ടി അവൻ്റെ ജീവിതത്തിന് അവസാനം വരെ ജയാളിയായി നിൽക്കുന്നത് പോലെ നമ്മുടെ അകത്ത് ഉറച്ചു തീരുമാനമുണ്ടായി. നമ്മുടെ കർത്താവ് യഹൂദയുടെ സിംഹമാണ്, അവൻ ജയാളിയാണ്, അവൻ്റെ മക്കളാണ് നമ്മൾ. ഈ ദിവസങ്ങളിൽ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തുണ ചെയ്യും. ആ ലക്ഷ്യത്തിലേക്ക് ഓടിയെത്തുവാൻ ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും എന്നുള്ള നിശ്ചയദാർഢ്യത്തോടെ ജീവിക്കാം. ദൈവമായ കർത്താവ് വചനങ്ങളാൽ നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.